എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2141 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ മഷൂദ് BHMS, ഡിപ്ലോമ ഇൻ അക്യുപഞ്ചർ. അദ്ദേഹം 2 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. കൂടാതെ കൃഷിയും ഹോമിയോപ്പതിയുമാണ് ഇഷ്ടവിഷയം. അതിൽ പരീക്ഷണങ്ങൾ പലതും നടത്തിക്കൊണ്ടുവരുന്ന വ്യക്തി കൂടിയാണ് ഡോക്ടർ മഷൂദ്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോട് കൂടി ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. നന്ദി. ഡോക്ടർ മഷൂദിനെ ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ ക്ലാസ് തുടങ്ങും. ഡോക്ടർ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. കൃഷിയും ഹോമിയോപ്പതിയും എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ നമുക്ക് ഡോക്ടർ ഏതൊക്കെ മെഡിസിൻസ് ആണ് ഈ കൃഷിയിൽ പരീക്ഷിച്ചിട്ടുള്ളത്, ഏതൊക്കെ മെഡിസിൻസ് ആണ് ഉപയോഗിച്ചപ്പോൾ കൃഷിയിൽ ഗുണം ആയി കണ്ടിട്ടുള്ളത്, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. ഓക്കെ ഡോക്ടർ. എന്നെ കേൾക്കാമല്ലോ? കേൾക്കാം, കാണാം. IFPHന്റെ ഈ ഫോറത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും എൻ്റെ ആദരണീയരായ അധ്യാപകർക്കും ഡോക്ടർ സാമുൽ ഹനുമാനും ഉള്ള നമസ്കാരം. ഞാൻ ഈ ക്ലാസ് പല പ്രാവശ്യം നമ്മുടെ ഈ ഫോറത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് ഈ മെഡിസിനെ കുറിച്ചും എടുത്ത് ചോദിച്ചത് കൊണ്ട് ഞാൻ കുറച്ച് കൂടുതലായിട്ട് സംസാരിക്കാം. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള കുറച്ച് എക്സ്പീരിമെന്റ്സിൽ കണ്ട റിസൾട്ടിന്റെ വളരെ ഓൾഡായിട്ടുള്ള ഒരു വേർഷനാണ് ഞാൻ. അതായത് എനിക്ക് ആദ്യം ഇത് പ്രസന്റ് ചെയ്യാൻ ഒരിക്കലും എൻ്റെ കോളേജിൽ ഇവിടെ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ഹോമിയോ ഈസ്റ്റ് ഫോർട്ടിൽ ഒരു അവസരം ഉണ്ടായി. അപ്പോൾ അത് ഇതുപോലെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ് ആദ്യമായിട്ട് കിട്ടിയത് അപ്പോഴാണ്. ഇടുക്കിയിൽ ഞാൻ 2010 തന്നെ ഇത് കുറേ പ്രസന്റ് ചെയ്തിരുന്നു. എന്നാലും അതിന് ശേഷം നമ്മുടെ സ്റ്റുഡൻസിൻ്റെയും ഡോക്ടേഴ്സിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ട് ഒന്ന് കാണിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ഈ ഞാൻ റിട്ടയർ ചെയ്ത് 2024 അപ്പോൾ അതിന് ശേഷം 23 എനിക്ക് ഇവിടെ നമ്മുടെ മെഡിക്കൽ ഈസ്റ്റ് ഫോർട്ടിൽ അത് പ്രസന്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു പോർഷൻ ഇതുവരെ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. എന്നാൽ പല ഭാഗങ്ങളിലും നമ്മുടെ കൂട്ടത്തിലുള്ള പല ക്ലാസ്സുകളിലും ഇതിലുള്ള പല പോർഷൻസും ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് നേരത്തെ. അതുകൊണ്ട് ചിലതല്ല ഞാൻ എക്സ്പെരിമെന്റലായിട്ട് പറയാം. പിന്നെ ഈ പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് ഇന്ന് പറയണമല്ലോ, ഞാൻ അതെന്തായാലും പറയാം. പ്രസന്റേഷൻ സൂം ഷെയറിൽ കൊടുത്ത പൈസ ഷെയറിങ്ങിന്റെ ഒരു ഓപ്ഷൻ നോക്കി പറയാം. ധനീഷ് ഡോക്ടർ, മഷൂദ് ഡോക്ടർ കോ-ഹോസ്റ്റ് അല്ലേ? ആണല്ലോ. അല്ല, അതെ ആണ് കോ-ഹോസ്റ്റ് ആണ്. ഇപ്പൊ കാണാമോ? വരുന്നുണ്ട് കിട്ടുന്നുണ്ട്. ഇത് സംരക്ഷണവും ഹോമിയോപ്പതിയും എന്നാണ്. അഗ്രികൾച്ചർ ഇതിന്റെ കുറച്ച് ഭാഗം താഴോട്ട് വരട്ടെ. കൃഷി സംരക്ഷണവും ഹോമിയോപ്പതിയും, അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഞാൻ സസ്യങ്ങൾക്ക് ഹോമിയോപ്പതി എന്നൊക്കെ പറഞ്ഞ് മുമ്പ് തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിലും ഇത് കുറച്ച് കൂടുതൽ വിശദമായിട്ട് പറയാൻ അല്ല, കുറച്ച് സംക്ഷിപ്തമായിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഹോമിയോ മെഡിസിൻസിനെ പറയുകയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഈ കൃഷി സംരക്ഷണത്തിനെ പറ്റിയാണ് എടുക്കുന്നത്. നമ്മുടെ ഉദ്ദേശം അതാണല്ലോ. നാം ഇപ്പോൾ ഹോമിയോപ്പതി മരുന്നുകൾ ധാരാളമായിട്ട് ഇന്നിപ്പോൾ കുറച്ച് ഫാർമസിക്കാർ കുറെ മരുന്നുകളെല്ലാം ചേർത്ത് അനേകമായിട്ട് പ്രോഡക്ട്സ് പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റഡീസ് വളരെ കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 12 ക്ലാസ്സുകളിലൊക്കെ നമുക്ക്
ചില യൂണിവേഴ്സിറ്റികളിലെല്ലാം അവർ ലെവലിലുള്ള സ്റ്റഡീസ് ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ സ്വന്തമായിട്ടുള്ള കുറേ സ്റ്റഡീസ് ആണെങ്കിൽ ഞാനതിൻ്റെ വളരെ ആപ്റ്റായിട്ട് വേണ്ടത്ര രീതിയിൽ തന്നെ റിസർച്ചിൻ്റെ മെത്തഡോളജിയിൽ തന്നെ അത് ചെയ്ത ഒരു എക്സ്പെരിമെൻ്റ് ആണ്. കഴിഞ്ഞ ഇപ്പോൾ എല്ലാം കൂടി ഒരു 10-20-22 വർഷത്തോളം ആയിട്ടുണ്ട്. 13 വർഷത്തെ തീവ്രമായിട്ടുള്ള പരീക്ഷണങ്ങളിലെ നിന്നാണ് എനിക്ക് ഇത് ഈ കണ്ട റിസൾട്ടുകൾ മുഴുവൻ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ഹോമിയോപ്പതി മരുന്നുകൾ എങ്ങനെയാണ് ഇത് കാണാൻ കഴിഞ്ഞു എന്നതിനെ പറ്റി പറയാം. അപ്പോൾ ഈ ഒരിക്കലും ഒരു ഓണത്തിന് ഞാനിങ്ങനെ എൻ്റെ ക്ലിനിക്കിൽ തന്നെ കണ്ടോ ഈ ഒരു സ്റ്റാൻഡ്, ഇതിൽ ഞാനിങ്ങനെ ഈ കുപ്പിയിൽ കുറച്ച് മരുന്ന് വെച്ചിട്ട് ഇതിന് ഈ വേരിൽ തന്നെ ഈ ചെറിയ കുപ്പി കാണാം, ഇവിടെ കാണാമെന്ന് തോന്നും. ഇതിനകത്ത് ഞാൻ ബോറോൺ അല്ലെങ്കിൽ ബോറിക് ആസിഡിന്റെ ഒരു പൗഡർ, നമ്മുടെ ബോറാക്സ് 30 ആണ് ഇതിനകത്ത് വെച്ചത്. കണ്ടോ ഈ കാണുന്ന, കണ്ടോ ഈ ലീഫിൽ കണ്ട ഈ ഒരു ലീഷൻ, ഒരു കരിവ് അല്ലെങ്കിൽ ഒരു ഡെഡ് ഏരിയ, ഇത് നെക്രോസിസ് ആണ്. ഈ നെക്രോട്ടിക് ഏരിയ ഉണ്ടായത് ഈ മരുന്നിന്റെ 30യുടെ അതിപ്രസരം കൊണ്ടാണ് എന്ന് എനിക്ക് കാണേണ്ടി വന്നു. കാരണം ഞാനിത് പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് പല തവണയും റിപ്പീറ്റഡ് ചെയ്യുകയും ഇത് ആക്സിഡന്റലായിട്ട് കണ്ടതാണ്. അപ്പം ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ പല എക്സ്പെരിമെന്റ്സും ചെയ്ത കൂട്ടത്തിലാണ് ഇതൊന്ന് ക്ലിനിക്കിൽ വെച്ചിട്ട് ഓണത്തിന് അടച്ചിട്ട് വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഈ കറുത്ത ഭാഗം എനിക്ക് കാണാൻ കഴിഞ്ഞു. ഈ ബോറോണിന്റെ ഒരു പ്രത്യേകിച്ച്, അല്ലെങ്കിൽ ബോറോൺ എന്നുള്ള എലിമെന്റ് കാർഷികമായിട്ട് അറിയാന്നുള്ള പലർക്കും അറിയാം. വളരെ കൂടുതൽ അഗ്രം, അതായത് വളർച്ചയുടെ അഗ്രങ്ങളിൽ ഏറ്റവും ആവശ്യമായി വരുന്ന ഒരു എലിമെന്റ് ആയിട്ടാണ് ബോറോണിനെ അറിയപ്പെടുന്നത്. അത് അത്യാവശ്യമാണ് ഗ്രോത്തിന്. ബോറോൺ ഇല്ലെങ്കിൽ യഥാർത്ഥത്തിലെ ഗ്രോത്ത് മുരടിച്ചു പോകും. അങ്ങനത്തെ ഒരു എലിമെന്റ് ആണ്. ബോറിക് ആസിഡിൽ നിന്ന് ബോറോൺ കിട്ടുമെന്ന് പറഞ്ഞാൽ ബോറിക് ആസിഡ് പൗഡറാണ് ആദ്യമായിട്ട് ഞാൻ പരീക്ഷിച്ച് നോക്കിയത്. പിന്നീട് നമ്മുടെ ബൊറാക്സ് 30യിലാണ് ഈ പരീക്ഷണത്തിൽ എനിക്ക് അതിനെ കാണാൻ കഴിഞ്ഞത്. ഇത് 30 ആയിരുന്നിട്ട് കൂടി അത് ഇത് വന്നു. ആ കാര്യങ്ങൾ ഞാൻ പിന്നീട് തുടർന്ന് ഇതിൽ പറയാം. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ എക്സ്പെരിമെന്റ്സ് നമ്മൾ പറയുമ്പോൾ ഈ ഒരു കാര്യത്തിന് ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഒരുപാട് ഇട്ടാവട്ടങ്ങൾ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഹോമിയോ മെഡിസിൻസ് അറിഞ്ഞതും എൻ്റെ ക്ലാസ്സുകളിൽ ഇത്രയും ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നതുമായ കുറെ പേർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. കൊണ്ട് കുറച്ച് ഫോർമലാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ ഡിഫറെന്റ് പൊട്ടൻസീസ് ഓഫ് സെയിം മെഡിസിൻസ് കവേഴ്സ് ഡിഫറെന്റ് ഡിസീസസ്. ഇത് നമ്മുടെ കേരളത്തിൽ പല പൊട്ടൻസികളും ഉണ്ട്. നമുക്ക് ധാരാളം പൊട്ടൻസി ഉണ്ട്. വളരെ ഏറെ കൂടുതൽ ഹോമിയോയിലാണ് ഔഷധങ്ങളുള്ളത് എന്നത് തന്നെ ഈ ഒരു സാധ്യതയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഡിഫറെന്റ് പൊട്ടൻസീസ് തന്നെ നമുക്ക് സെയിം മെഡിസിൻ, ഒരേ മരുന്നിന്റെ പല പൊട്ടൻസികളും പല രോഗങ്ങൾക്കും പ്രയോജനപ്പെടുന്നതായിട്ട് നമുക്കറിയാം ബൈ പ്രാക്ടീസ്. അപ്പോൾ അതെങ്ങനെ, അത് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം. ഇനി അതിന് ഒരു പ്രധാന ഇപ്പോൾ അതുപോലെ തന്നെയാണ് ഈ സസ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡിഫറെന്റ് പൊട്ടൻസീസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മരുന്നുകൾ പൊട്ടൻറ്റൈസ്ഡ് ആയിട്ട് ഹോമിയോപ്പതിയുടെ ഇന്റൻഷനിൽ മാത്രമായിട്ട് സ്റ്റഡി ചെയ്യുന്നവർക്കാണ് ഈ അഗ്രോയുടെ ഫീൽഡ് നമുക്ക് അനുവദിക്കുമ്പോൾ, അല്ലെങ്കിൽ അഗ്രോ നമുക്ക് സാധ്യത എന്ന് മനസ്സിലാക്കണം. അതല്ലാതെ ഇപ്പോൾ കെമിക്കൽ സബ്സ്റ്റൻസസ് ഒരുപാട് ഉണ്ട്. മൈക്രോ ന്യൂട്രിയൻസിനെ കുറിച്ച് ഞാൻ ക്ലാസ് എടുത്തിരുന്നു. അപ്പൊ അതുപോലുള്ള ഒരു രീതിയിലേക്ക് അല്ല ഇതിന്റെ കാഴ്ചപ്പാട് എന്നുള്ളത് മനസ്സിലാക്കണം. ഈ ഇൻവേഷൻ ഓഫ് അഗ്രോ പ്രോഡക്ട്സ് ആണ് അടുത്ത ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്. ധാരാളമായിട്ട് ഈ അഗ്രോ പ്രോഡക്ട്സ് ഇങ്ങനെ വരുന്നു എന്നുള്ളതും നന്നായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് വളരെ മോശമായ അഭിപ്രായം അടുത്ത കാലത്ത് വരാനും ഇടയായി. അപ്പൊ ഇത് ഹോമിയോപ്പതിയെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മരുന്നുകൾ എന്ന് പറയുന്നത് ഒരു വലിയൊരാളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടേണ്ടത് മാത്രമാണ്. ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫാർമസി എന്ന് പറയുന്നത് ഒരു കൺകണ്ട ദൈവം എന്ന് പറയുന്നത് പോലെ അല്ലാത്തിടത്തോളം കാലം നമുക്ക് ഒന്നും ചെയ്യാനില്ല. പ്രാക്ടീഷണർ എന്ന് പറയുന്നത് വെറും മരുന്നുകളെ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുക, വളരെയേറെ പാടുപെട്ടൊരു കേസ് കണ്ടുപിടിക്കുക, ആ കേസിന് നമ്മളൊരു മരുന്നിലേക്ക് എത്തിച്ചേരുക. പക്ഷെ ആ മരുന്ന് കൊടുക്കുമ്പോൾ ആ പ്രോഡക്റ്റിന് ഉദ്ദേശിച്ച ഫലം പൊട്ടൻസിയിലും മറ്റുമൊക്കെ ഇല്ലാന്ന് കണ്ടാൽ അത് എന്തുമാത്രം പ്രയാസമുള്ള കാര്യമാണ്. അത് തന്നെയാണ് ഇത് ഈ പ്ലാന്റ്സിന്റെ കാര്യത്തിനും ഇപ്പോൾ ധാരാളമായിട്ട് സ്റ്റഡീസ് ഒക്കെ നടക്കുന്നുണ്ട്. ശരിയാണ്. അതിന് അവർ ഏതൊക്കെ ലൈസൻസിന് ഏതൊക്കെ പേരിലാണ് കൊണ്ടുവരണമെന്ന് നമുക്കറിയില്ല. ഞാനിപ്പോൾ തന്നെ ഇതിനു വേണ്ടി കുറേ ശ്രമിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. വളരെ കൂടുതൽ എൻ്റെ ശ്രമങ്ങൾ ഒരുപാട് വ്യയം വേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പൊ ഇൻവേഷൻ ഓഫ് അഗ്രോ പ്രോഡക്ട്സ് എന്ന് ഞാൻ ഈ വാക്ക് തന്നെ പ്രയോഗിക്കും. കാരണം അധിനിവേശം എന്ന് പറയുന്നത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അഗ്രോ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഹോമിയോപ്പതിയിൽ ധാരാളമായിട്ട് ഇങ്ങനെ പ്രോഡക്ട്സ് വന്നാൽ മുഴുവനും ഇപ്പൊ 17ാം നൂറ്റാണ്ടില് ഞാനൊരു പുസ്തകം വായിക്കുമ്പോൾ 17ാം നൂറ്റാണ്ടിലെ ഒരു സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ 1-2 പേര്
അന്നത്തെ കുറേ പ്രോഡക്ട്സിനെ കുറിച്ച് പരിചയപ്പെടുത്തി. ഞാൻ വായിച്ചു. അതിൽ 23ഓളം എലിമെന്റ്സിനെ ഒന്നിച്ച് ചേർത്തിട്ട് ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഒരാൾ, ഒരു സയന്റിസ്റ്റ്. വേറൊരു അഗ്രികൾച്ചറൽ സയന്റിസ്റ്റ് ഒരു 17ഓളം മറ്റ് എലിമെന്റ്സിനെ, അക്കൂട്ടത്തിലെ എലിമെന്റ്സിനെ കണ്ടെത്തുകയും അങ്ങനെയാണ് ഈ എലിമെന്റ്സ് ഈ ഫീൽഡിൽ വന്നത്. ഈ പ്ലാന്റ്സിൽ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു ഈ മെഡിസിനിൽ നമുക്ക് സിങ്ക്, കൊബാൾട്ട്, നമ്മുടെ അനിമൽസിലും മനുഷ്യനിലും മൈക്രോ ന്യൂട്രിയൻസിനെ കുറിച്ച് നല്ല സ്റ്റഡി നടന്നിട്ടുള്ളത്. ഈ മൈക്രോ ന്യൂട്രിയൻസ് എന്നുള്ള വിഭാഗം ഷൂസ്ലർ ടിഷ്യൂ സാൾട്സ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ആ സമയത്തും അത് മൈക്രോ ന്യൂട്രിയൻസ് എന്നുള്ള ലെവലിലാണ് അദ്ദേഹം കാണുന്നത്. പക്ഷേ അത് അന്നത്തെ സമയത്തും ഈ ജനറൽ മെഡിസിനിൽ മൈക്രോ ന്യൂട്രിയൻസ് വന്നിട്ടില്ല, കടന്നു വന്നിട്ടില്ലാത്ത സമയമായിരുന്നു. അപ്പൊ ആ സമയത്ത് അതുപോലെയാണ് ഇപ്പോൾ ഇൻവേഷൻ എന്ന അഗ്രോ പ്രോഡക്ട്സ് ധാരാളമായിട്ട് വരുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അതിലുള്ള മൈക്രോ എലിമെന്റ്സ് ഇപ്പോൾ ധാരാളമായിട്ടുണ്ട്. ഞാൻ പറയുന്നു, പല കാർഷിക സർവകലാശാലയിൽ നിന്നെല്ലാം ധാരാളമായിട്ട് മൈക്രോ ന്യൂട്രിയൻസ് എന്നൊക്കെ പറഞ്ഞ് ഇറക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ മെഡിസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മറ്റുള്ളവർക്ക് കാണാതിരിക്കാൻ വേണ്ടി നാം വളരെ കൂടുതൽ സാമ്പത്തികവുമല്ല, എന്നാൽ സാമ്പത്തികവും മാനസികവുമായിട്ട് നാം കൂടുതലായിട്ട് ചെലുത്തുന്ന സ്വാധീനം എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിനെ ഒളിച്ചു വയ്ക്കുന്നതിന് വേണ്ടിയാണ്. കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായി, വർഷങ്ങളായി ഈ ഹോമിയോപ്പതി ഡോക്ടർമാരെല്ലാം ഈ പ്രയാസത്തിലായിരുന്നു. അത് എങ്ങനെ ഈ കാര്യം ഒന്ന് ഒളിച്ചു വെക്കാം? ഒരുപാട് പൊട്ടൻസീസ് ഉണ്ട്, ഒരുപാട് മെഡിസിൻ ഉണ്ട്. ഒരു മരുന്ന് തന്നെ ഞങ്ങൾ പല രോഗത്തിനും കൊടുക്കുന്നു. കുഞ്ഞിന് കൊടുക്കുന്നത് തന്നെ വയസ്സായ ആളിനും കൂടെ കൊടുക്കുമ്പോൾ ഈ വരുന്ന ആൾക്കിനെ വിശ്വാസം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവരത് ആത്മാർത്ഥമായിട്ട് ആത്മവീര്യത്തോടെ കഴിക്കണം, എങ്കിലേ നന്നാവുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയ പലരും നമുക്ക് പല മാർഗങ്ങളും കണ്ടെത്തി ഓരോ കണക്ക് കൂട്ടലുകളും ഒക്കെ വന്ന് ഒരുപാട് സാഹിത്യവും ആർട്ടും ഒക്കെ കടന്നു വന്നത് അങ്ങനെ ആയിരിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പൊട്ടൻസിയകളിൽ അല്ലെങ്കിൽ മരുന്നിനുള്ള ഇത്രയും മാത്രം ഉപയോഗ്യത മറ്റ് സിസ്റ്റത്തിലൊന്നുമില്ല. അനേകം മരുന്നുകൾ, 1-2 മരുന്നുകൾ ചേർത്ത് നോക്കുമ്പോൾ അവയുടെ നല്ല ക്വാണ്ടിറ്റിയാണ് ആയുർവേദം, പാരമ്പര്യ രോഗങ്ങൾ ചികിത്സയിൽ, അതുപോലെ മോഡേൺ മെഡിസിനിലും ഒക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ യാതൊരു ഇതുമില്ലാതെ വളരെ മിനിമമായിട്ട് മാത്രം ഉപയോഗിക്കുമ്പോഴും അവയുടെ അളവ് ഗ്രാജുവലി ഒരുപക്ഷെ കൂട്ടിയാലും വരുന്ന ഉപയോഗം ഒരു രോഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഹോമിയോപ്പതിക്ക് പ്രത്യേകിച്ചും വളരെ വ്യത്യസ്തമാണ്. ഇത് ഹോമിയോപ്പതി അറിയാവുന്നവരും ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ കള്ളം അല്ലെങ്കിൽ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ സത്യവും ഇത് തന്നെ. ഇത് നമുക്കെല്ലാം അറിയാം. ഇതുപോലെ ഇന്ന് ജനങ്ങളെ ഈ കാര്യമൊന്ന് ബോധ്യപ്പെടുത്തി പരിചയപ്പെടുത്തി കൊണ്ടുവരുന്നതിന് എത്രമാത്രം വിജയിക്കുമോ അത്രമാത്രം നമുക്ക് പ്രാക്ടീസ് ഉണ്ടായിരിക്കും. വരുന്ന കാലങ്ങളിലും ഇനിയും എന്നും എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു അറിവാണിത്. എല്ലാ കാലങ്ങളിലും വേണം. എല്ലാ കാലങ്ങളിലും വരുന്ന ജനങ്ങളെ നമ്മൾ ഈ കാര്യം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇങ്ങനെയാണ് ഇത് സയൻസ്, ഇത് വേറെ സാധാരണ സയൻസിനെ പോലെ പെട്ടെന്നൊരു ഒബ്സർവേഷണലായിട്ട് കൊണ്ടുപോകാൻ കാണിക്കാൻ പറ്റില്ല. ക്യൂറ്, ജീവൻ, ഇവയെല്ലാം നമ്മൾ ആലോചിക്കണം. ജീവനുള്ള എല്ലാ വസ്തുക്കളിലും ഹോമിയോപ്പതി മരുന്നുകൾ അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കും എന്ന് നമുക്ക് അസന്നിഗ്ധമായിട്ട് എല്ലാവരും മനസ്സിലാക്കുന്ന കാര്യമാണ്. അങ്ങനെ ഇരിക്കെ ഇത്തരത്തിൽ കെമിക്കലായിട്ടുള്ള പദാർത്ഥങ്ങൾ കൂട്ടിക്കലർത്തി കൊണ്ടുവന്നിട്ട് അതിനെ പ്ലാന്റ്സിൽ പ്രത്യേകിച്ച് നന്നായിട്ട് അത് വളരുന്നു, നല്ല പൂക്കുന്നു, അതല്ലെങ്കിൽ അവയ്ക്ക് ഇൻസെക്റ്റ് ഓറസ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്നും അതുപോലെ കൊണ്ടുവരുന്നവരും അത് വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നുകൂടി ഞാൻ പറയുന്നു. ഇനി അടുത്ത് അതാണ് ഈ മൈക്രോ ലെവൽസ് ഓഫ് സ്റ്റഡി ഓഫ് എലിമെന്റ്സ് ഇൻ ലൈഫ്. ഇതുവരെയും അധികം നടന്നിട്ടില്ലാത്ത, എന്നാൽ എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എടുക്കാവുന്ന ഒന്നാണ്. നമ്മുടെ മെഡിസിനിൽ സംബന്ധിച്ചിടത്തോളം എത്രയും പാർട്ടിക്കിൾസ്, നാനോ പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് വരുന്ന ഈ സമയത്ത് ഈ മൈക്രോ ലെവൽ സ്റ്റഡി വളരെ കൂടുതലായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ്. നമ്മുടെ പാർട്സിൽ ഈ ഡൈനാമിക് ആയിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു പാർട്ടിൽ, ഒരു ഡിസീസ്ഡ് പാർട്ടിൽ വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താണ് സംഭവിക്കുന്നത്, അവിടെ എല്ലാ രോഗങ്ങളും ഒരുപോലെയല്ല. ഇപ്പോൾ സാധാരണ മൈക്രോബിയൽ ഓർഗാനിസംസ് വരുന്നതിൻ്റെ രോഗങ്ങളെ പോലും മറ്റ് സാധാരണ ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ് പോലും, അതുപോലെ തന്നെ എന്തെങ്കിലും തട്ടോ പറ്റിയ പ്രദേശം ലോക്കൽ ഏരിയാസിൽ പോലും ആക്ച്വലി സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത് മിക്കവാറും ഓരോ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡിവിജ്വലാണ്. കൂടുതൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഓരോ ജീവിക്കും, ഓരോ ജീവജാലത്തിനും, ഓരോ ലൊക്കേഷനിലും, ഓരോ ഡിസീസിലും വളരെ പ്രധാനമായിട്ടും അവരുടേതായിട്ട് ഇൻഡിവിജ്വലാലിറ്റി ഉണ്ട് ഓരോ സിംറ്റംസിനും, സയൻസിനും. എന്നാൽ സയൻസ് ആൻഡ് സിംറ്റംസ്, ലൊക്കേഷൻസ്, ഇതിനൊന്നും ഒരു മാറ്റം വരുന്നില്ല. ലൊക്കേഷൻ സെൻസേഷൻ മൊഡാലിറ്റീസ് ഇത് ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അതുകൊണ്ടാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഇൻ ഡിസീസ്, വാട്ട് ഈസ് ഡൈനാമിക്, അടുത്ത പോയിന്റ് അതാണ്.
ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡൈനാമിക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ആ ലെവലിലുള്ള സ്റ്റഡി മനസ്സിലാക്കാനുള്ളത് നമുക്ക് ഈ ഒരു ഡൈനാമിക്, ഈ ഒരു മൈക്രോ എലിമെന്റ്സിൽ അല്ലെങ്കിൽ മൈക്രോ ആയിട്ടുള്ള സ്റ്റഡി നിലനിൽക്കെ, അല്ലെങ്കിൽ മൈക്രോ എലിമെന്റ്സ് നാനോ പാർട്ടിക്കിൾസിന്റെ എക്സിസ്റ്റൻസിൽ എവിഡൻസ് നിലനിൽക്കെ ഡൈനാമിസേഷന്റെ പ്രവർത്തനം എങ്ങനെ നമുക്കത് കൊണ്ടുപോകാൻ കഴിയും. അല്ലാതെ നമുക്ക് വൈറ്റൽ ഫോഴ്സിനെയും മറ്റും താങ്ങി സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലാതെ ഒന്നും തന്നെ ഇല്ലാതെ ജനറൽ ആയിട്ടുള്ള ഇങ്ങനെ ഒന്നും അല്ലാതെ ക്ലിയറിറ്റി കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇനി ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഇൻ ഡിസീസ് ആണ് സെൻജിയൻ പാർട്സ് വഴി ഇത് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്ത് ആക്ട് ചെയ്യാനുള്ള കാരണം എന്ന് നാം കണ്ടെത്തിയിട്ടുണ്ട്. അറിമാൻ ഓർഗനോണിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ഡിസീസിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി വരികയും ഈ വസ്തുവിനോടുള്ള അല്ലെങ്കിൽ ഈ മോളിക്യൂൾസിനോടുള്ള ആവശ്യം, നീഡ് ഉണ്ടായി വരികയും ചെയ്യുന്നത് കൊണ്ട് അവിടെ മറ്റെന്തെങ്കിലും പ്രോഡക്ട്സ് തഥാത്മാനമായിട്ടുള്ള, അതായത് സമാനതയോടുള്ള പല പദാർത്ഥങ്ങൾ ഉണ്ടാവുകയും അവയെ കോറിലേറ്റ് ചെയ്യുന്നതിന് നാം സാമാന്യതയുള്ള വസ്തുക്കൾ നൽകുമ്പോൾ അവ സാറ്റിസ്ഫൈഡ് ആയിട്ട് വീണ്ടും പഴയ മെമ്മറിയിലേക്ക് പോയി ഓർഡറൈഡ് ആയിരുന്നത് പ്രീ ഓർഡർ ആവുകയും ചെയ്യുന്നു എന്നാണ് എനിക്കും ഈ കാര്യത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ക്രോപ്സ് ആൻഡ് സോയിൽ ആണ് അടുത്തത് നമുക്ക് ഫ്രാൻസിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ പറയാനുള്ളത്. ഈ ക്രോപ്സ് സോയിലിനെ ആണ് കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ സോയിൽ ക്രോപ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ സോയില് എന്തിനെങ്കിലും ക്രോപ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഈ ക്രോപ്സ് നമ്മൾ എല്ലാ പ്രാവശ്യവും ഇടവിള ചെയ്യണം എന്നൊക്കെ പറയുന്നത് അത് നിസ്സാര കാര്യമാണ്. ഞാനിപ്പോൾ സോയിൽ ക്രോപ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരോട് ചെന്ന് യോജിക്കുന്നു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് സോയിലിന്റെ ഘടനയ്ക്ക് ഈ ക്രോപ്സ് വളരെയേറെ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ അവയുടെ പല ഭാഗങ്ങളിലും പല രൂപത്തിലും ഈ ക്രോപ്സ് പ്ലാന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ജൈവികമായിട്ട് ഹോമിയോപ്പതി ഡോക്ടറായ ഞാനിരുന്നുകൊണ്ട് ക്രോപ്സും സോയിലും പറയുമ്പോൾ ഞാൻ അത് വേണ്ടല്ലേ പറയേണ്ടിയുള്ളത്? അതാണല്ലോ നമുക്ക് വേണ്ടത്. അതാണ് ഞാൻ വായിക്കുന്നത്. അപ്പൊ അത് കണ്ടതിന് ശേഷമാണ് എനിക്ക് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഫീൽഡിൽ എന്തെങ്കിലും പറയാൻ തോന്നി തുടങ്ങിയത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ബെറിബെറീസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, ബെറിബെറിൻ. ഈ ബെറിബെറിനെ ക്യാൻസറിനുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു നല്ല മെഡിസിനാണ്. അപ്പൊ ബെറിബെറീസിലുള്ളത് ബെറിബെറിസ് വൽഗാരിസിൽ ആയിരുന്നാലും ബെറിബെറിസ് അക്കിഫോളിയത്തിലായിരുന്നാലും രണ്ട് മെഡിസിൻസ് ഉണ്ട്. ബെറിബെറിൻ എന്ന് പറയുന്ന ഘടകത്തിനാണ് കൂടുതലും ആക്ഷൻ. ഈ ബെറിബെറിൻ നമ്മുടെ ഇപ്പൊ യൂറിൻ പോകാത്തൊരു പേഷ്യന്റിന് ബെറിബെറിസ് വൾഗാരിസ് ഒറ്റ ഡോസ് കൊടുത്താൽ പെട്ടെന്ന് യൂറിൻ പോകും. വളരെ എത്ര മാത്രം യൂറിൻ തടഞ്ഞിരുന്ന എനിക്ക് കേസ് കിട്ടിയിട്ടുണ്ട്. യൂറിൻ പോകുന്നേ ഇല്ല, ഒരു ഡോസ് 30 മതി ബെറിബെറിൻ. അതും 30യിൽ എത്ര മെഡിസിൻസ് കാണും, എത്ര ക്വാണ്ടിറ്റി കാണും നമുക്ക് അറിഞ്ഞുകൂടെ? എന്നാലും അത് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ പ്ലാന്റ്സിന് നമ്മളിപ്പോൾ ബെറിബെറിന്റെ ഹൈ പൊട്ടൻസിയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെക്കുക. എന്നിട്ട് അതിന്റെ ചുറ്റുമുള്ള സോയിൽ നല്ല സ്റ്റഡിക്കുള്ള ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ സ്കോപ്പാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇപ്പോൾ അതിനൊന്നും കഴിയുന്നതല്ല, അതൊന്നും നമ്മുടെ പരിധിയിൽ വരുന്നതും അല്ല, നമ്മളെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഈ ബെറിബെറിനെ കുറിച്ച് ഞാൻ അങ്ങനെ കേട്ടു. ബെറിബെറിനാണ് ചുറ്റുമുള്ള സോയിലിലേക്ക് ഇതിന്റെ വേര് റൂട്ട് വഴി ചില കെമിക്കൽസ് വിസർജിക്കുന്നു, എന്നിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഫോസ്ഫറസ് എന്ന് പറയുന്ന പദാർത്ഥം ഈ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നതിന് തന്നെ അതിന് ചുറ്റും ഒരു ചെറിയ റിയാക്ഷൻ നടത്തിയിട്ടാണ് അബ്സോർബ് ചെയ്യുന്നത്. എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്നത്? നമുക്കറിയാം, നമ്മൾ സ്പൂണിൽ വെച്ച് നമുക്ക് വേണ്ടത് മാത്രം നാക്കിലേക്ക് വെച്ച് നമുക്ക് കഴിക്കുവാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിവുണ്ട്. പക്ഷേ ഈ പ്ലാന്റ്സ് ഈ മാത്രമായിട്ടുള്ള ഈ ഘടകങ്ങളിൽ നിന്ന് അവയ്ക്ക് വേണ്ട ന്യൂട്രിയൻസ് മാത്രം എങ്ങനെ എടുക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ റൂട്ട്സ് എന്ന് പറയുന്നതും റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്നതും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഏരിയസ് ഫോർ അബ്സോർപ്ഷൻ എന്നുള്ളതാണ്. അവിടെ ഓസ്മോസിസ് മാത്രമല്ല, മറ്റു ചില പ്രവർത്തന തത്വങ്ങളും അതിനകത്ത് പിന്നിലുണ്ട്. അന്ന് ഇതുവരെ നമ്മൾ റിവീലായിട്ടില്ല. ഏതെങ്കിലും മനുഷ്യർക്ക് അതെല്ലാം റിവീലായി വരുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് നന്നത്തെ കാലത്ത് നമുക്കും എളുപ്പത്തിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണ് ഈ ക്രോപ്സ് ആൻഡ് സോയിലിന് ഇങ്ങനെ ഒരു ബന്ധം കൂടി ഉണ്ട്. Is it the aptness of the part, the need rather than the uniqueness of the active portion, medicine in potencies? ഇത് രണ്ടിൽ ഏതാണ് ശരി എന്നാണ് ഇത് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സെന്റൻസ് ആണ്. അതായത് ഈ പാർട്ട് ലൈഫിന്റെ പാർട്ടാണ് ഉദ്ദേശിക്കുന്നത്. പ്ലാന്റിലായിരുന്നാലും ശരി, ഞാൻ കണ്ട ജനറൽ എൻ്റെ അനുഭവത്തിൽ കണ്ട ഒരു സെന്റൻസ് ആണിത്. നമ്മുടെ ജൈവമായിട്ട് നമുക്കിപ്പോൾ എക്സ്റ്റേണലായിട്ട് ഒരു തട്ടോമോട്ടോ ഇഞ്ചുറി ആണെങ്കിൽ കൂടിയും, അല്ല ബാക്ടീരിയലായിട്ട് ഇൻവേഷൻ വഴി ഉണ്ടായ ഒരു ഡിസീസ് ആണെങ്കിൽ കൂടിയും, അതല്ല മയാസ്മാറ്റിക് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് വഴി നമുക്ക് ജന്മന നമ്മുടെ DNA വഴി നമുക്ക് കിട്ടിയ ഒരു ഡിസീസ് ആണെങ്കിലും അവയുടെ വൊക്കേഷണൽ അനാലിസിസ് വഴി കിട്ടി അവ പുറത്തു വന്നു. എന്നിരുന്നാലും ഈ കാര്യം നാം എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് ഈസ് ദ ആപ്റ്റ്നെസ് ഓഫ് ദ പാർട്ട്, ആ പാർട്ടിന്റെ പ്രത്യേകത കൊണ്ടാണോ ആ മരുന്ന് ആക്ട് ചെയ്തത്?
അതോ ആ പാർട്ടിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് നീഡുണ്ടോ? ഈ അനന്തന്റെ നാവ് എന്ന് പറഞ്ഞതുപോലെ ഡിസീസ് വരുമ്പോൾ അനേകം നാവുകൾ അവിടെ ഉണ്ടാവുകയും ഈ മെഡിസിൻസ് എല്ലാം ചെല്ലുമ്പോൾ അവയെ സെലക്ട് ചെയ്ത നാവ് പ്രത്യേകമായിട്ട് വിഴുങ്ങി ആ ഏരിയ ക്ലിയർ ചെയ്യുകയും ചെയ്യുന്നതിനുള്ള എന്തെങ്കിലും സംവിധാനമുണ്ട്? ഇത്തരത്തിലുള്ള പ്രധാന കാര്യങ്ങളാണ് സിംബോളിക്കായിട്ട് നമ്മുടെ ചരിത്രങ്ങളിലും നമ്മുടെ ഇതിഹാസങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നതല്ലേ. അപ്പൊ അത് തന്നെ ഈ കോശങ്ങളിലുള്ള ജീവന്റെ ശരീരം എന്ന് പറയുന്നത് ഈ പ്രകൃതി പ്രപഞ്ചം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരം തന്നെ എന്നും പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ? അതോ അതല്ലാതെ യുണൈക്നെസ് ഓഫ് ദ ആക്റ്റീവ് പോർഷൻ, ഈ ചെറിയ മെഡിസിനിൽ കാണുന്ന ആ യുണൈക്ക് ആയിട്ടുള്ള ഒരു പോർഷനാണ് എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. കാരണം ഈ എന്തെല്ലാം പ്രോബ്ലം ഉണ്ടെങ്കിലും ഈ ഒരു ഡോസ് സൾഫറിന്റെ ഒറ്റ ഡ്രോപ്പ് നമുക്ക് ഈ ശരീരത്തിന് മൊത്തമായിട്ടുള്ള ഡിസീസിനെ, ആ പേഴ്സണെ ക്യൂറാക്കാൻ കഴിയുന്നുണ്ട്. എത്രയോ പേർക്കറിയാം, നമ്മളെല്ലാം കഴിയുന്നു. നമുക്കെല്ലാം പലർക്കും അനുഭവമില്ലാത്ത ആരും തന്നെ കാണില്ല. ഒരു മിനിമം ഡോസ് കൊണ്ട് നമുക്ക് ഈ പേഷ്യന്റിനെ ഇത്രമാത്രം സൂത്ത് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പൊ അതെങ്ങനെ? അതിന്റെ പിന്നിലുള്ള ആ ഒരു ആക്ഷൻ യഥാർത്ഥത്തിൽ നമുക്കത് സൂക്ഷ്മമായിട്ട് പഠിക്കാനുള്ളതാണ്. പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളവും ഇത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പ്രൊവൈഡഡ് ഹയർ പൊട്ടൻസി മാത്രം നല്ലതുപോലെ സൂക്ഷിച്ച് സ്റ്റഡി ചെയ്യുക ആണെങ്കിൽ. അതല്ലാതെ മൈക്രോന്യൂട്രിയൻ എന്നുള്ള ലെവലിൽ നമ്മൾ ഫോസ്ഫറസ് ആണ് പലരും ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്. സ്റ്റഡി ചെയ്യുന്നതിന് ഒരു മെറ്റീരിയലായിട്ട് ഫോസ്ഫറസ് എടുക്കുന്നത്. 200 ഫോസ്ഫറസിൽ കുറെ മോളിക്യൂൾസ് കാണുമെന്നും അല്ലെങ്കിൽ ആ കമ്പനിക്കാരൻ സ്വല്പം ഹെൽപ്പ് ചെയ്തതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് തള്ളാനും ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഫോസ്ഫറസ് ഒരു വളരെ ഹയർ ഡൈലൂഷനിലും നന്നായിട്ട് ഇതിൻ്റെതായിട്ടുള്ള ഇത് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ദ പാർട്ട് വേർ ഇറ്റ് ഈസ് എഫക്റ്റഡ് ഡിറ്റർമൈൻസ് ദ സൈൻസ് ആൻഡ് സിംറ്റംസ്. അതെല്ലാവർക്കും അറിയാം. ഏതൊരു പാർട്ടിലാണോ അത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് അവിടെയുമായി ബന്ധപ്പെട്ട സയൻസ് ആൻഡ് സിംറ്റംസേ വരുള്ളൂ. ലൊക്കേഷൻ ഈസ് ദ പ്രൈം മോസ്റ്റ്. സയൻസ് ആൻഡ് സിംറ്റംസ്, സെൻസേഷൻ മൊഡാലിറ്റീസ് ഒക്കെ പിന്നീടാണ് വരുന്നത്. മൊഡാലിറ്റീസിന് നല്ല പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുവെങ്കിലും ഈ ഡിസീസിന്റെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അതിന്റെ ആ സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റസിൽ അതായത് റീജിയണൽ ആയിട്ടുള്ള പ്രോബ്ലമില് ലൊക്കേഷനാണ് പ്രധാനം, പിന്നെ സെൻസേഷൻസ്, പിന്നെ മൊഡാലിറ്റീസ്. അപ്പോൾ അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്ലാന്റ്സിന് ഇല്ലേ? അതൊന്നും ഉണ്ട്. പ്ലാന്റ്സിനും ഇത്തരത്തിലുള്ള സെൻസ്. ഇനി ഡ്രഗ് ഇന്ററാക്ഷൻസ്, മൈക്രോ ന്യൂട്രിയൻസ്, ഇന്റൻഷൻ, അഗ്രോ ഹോമിയോ എന്നൊക്കെ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സാധനം ട്രാൻസ്ലൊക്കേഷൻ, സിങ്കിന്റെ ട്രാൻസ്ലൊക്കേഷനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫോസ്ഫോറിക് ആസിഡ് ഇല്ലേ, ഫോസ്ഫോറിക് ആസിഡിന്റെ 30% നിങ്ങൾ അപ്ലൈ ചെയ്താൽ ഫോസ്ഫറസ് കിട്ടുന്ന അതുപോലെയുള്ള ആക്ഷൻ കിട്ടും. ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ ഈ മരുന്നുകൾ അപ്ലൈ ചെയ്ത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഇങ്ങനെ എനിക്ക് പിന്നെ അവസാനം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അല്ലെങ്കിൽ ഞാൻ കുറച്ച് ടൈം കിട്ടുമ്പോൾ ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞു വരാം. ഈ ഫോസ്ഫോറിക് ആസിഡ് ഞാൻ സ്റ്റഡി ചെയ്തതാണ്. ഫോസ്ഫറസിന്റെ ആക്ഷൻ കിട്ടും. നിങ്ങളൊരു പ്ലാന്റ് എടുത്തിട്ട് ഫോസ്ഫോറിക് ആസിഡിന്റെ 2 ഡ്രോപ്പ്, 1 ഡ്രോപ്പ് 1 ounce വെള്ളത്തിലോ, അല്ലെങ്കിൽ മിക്കവാറും ഗ്ലോബ്യൂൾസ് തന്നെ മതിയാവും. നല്ല മെഡിക്കേറ്റ് ചെയ്ത ഗ്ലോബ്യൂൾസ് ആർ മോർ എഫക്റ്റീവ് ദാൻ 2 drops. 4 pellets ഓഫ് ദ മെഡിക്കേറ്റഡ് പിൽസ് ആർ മോർ പവർഫുൾ ദാൻ 1 drop ഓഫ് മെഡിസിൻ. എല്ലാത്തിനും അങ്ങനെ പവർ. അവിടെ കാരണം എന്ന് പറഞ്ഞാൽ ആ ഡ്രോപ്പിലല്ല കാര്യം, മറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് പൂർണ്ണമായിട്ടും അങ്ങോട്ടും തിരിച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ മോളിക്കുലർ ബേസിലുള്ള ചെറിയ മാത്രകൾക്ക് തന്നെയാണ് പ്രാധാന്യം. അപ്പൊ ആ ചെറിയ മാത്രകളിലെ ഗ്ലോബ്യൂൾസിന്റെ ഉപരിതലങ്ങളിൽ പിടിച്ചിരിക്കാൻ വളരെ എളുപ്പമുണ്ട്. അതുകൊണ്ട് ആ ഗ്ലോബ്യൂൾസ് അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എങ്ങനെയായിരുന്നത് അത് ആപ്റ്റായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യത്തെ 2 സെന്റൻസ് ഞാൻ പറഞ്ഞു, യുണൈക്കായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നാലും ശരി, അനേകം കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണെങ്കിലും ശരി, അതല്ല മറിച്ച് ഒരു മൊയൈറ്റി പോലെ മൊത്തമായിട്ടുള്ള ഒരു പ്രവർത്തന തത്വമായിട്ട് വരുന്നതാണെങ്കിൽ ശരി, ഇങ്ങനെയൊക്കെ ആവാം. ഏതെങ്കിലും ആകും. ഏതാകാമെന്ന് എനിക്ക് എങ്ങനെ അറിയാം? നിങ്ങൾക്കറിയാം? നമുക്കതെങ്ങനെ അറിയാം? നമ്മളിത് എങ്ങനെ മനസ്സിലാക്കുന്നു? നമുക്കറിയാമോ പൾസാറ്റിലയുടെ ഏത് പോർഷൻ? കാലിസൾഫ് ഉണ്ട് പൾസാറ്റിലയിൽ എന്ന് വെച്ചിട്ട് കാലിസൾഫാണോ പൾസാറ്റിലയിൽ അങ്ങേറ്റം വരെ? കാലിസൾഫിന്റെ എല്ലാ സിംറ്റംസും ഒരുമാതിരി പൾസാറ്റിലേക്ക് കാണാൻ കഴിയും. എന്ന് വെച്ചിട്ട് കാലിസൾഫാണോ പൾസാറ്റിൽ അങ്ങേറ്റം വരെ പോകുന്നത്? അല്ലെങ്കിൽ ഇപ്പൊ നാം ഉണ്ടാക്കുന്ന ഒരു കാലിസൾഫിൽ പൊട്ടാസ്യം പൾസാറ്റിലാണോ, പൾസാറ്റിൽ കാലിസൾഫാണോ കൂടുതലായിട്ടും ഇരിക്കുന്നത്? ഈ പ്ലാന്റ്സ് ഇവിടുന്ന് കളക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ വേറൊരു ഭാഗത്ത് വേറൊരു സമയത്ത് കളക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ജർമ്മനിയിൽ നിന്ന് ഇറക്കിയ മരുന്നിന്റെ, അതല്ലെങ്കിൽ ഞാൻ റവയിൽ നിന്ന് വാങ്ങിച്ച മരുന്ന്, അതിലെ കാലിസൾഫാണോ? അത് എന്താണ്? അതിന് യുണൈക്കായിട്ട് പ്രവർത്തന തത്വമുണ്ട്. എവിടുന്ന് വാങ്ങിയാലും ശരി, പൾസാറ്റിലെ 30ക്ക് ഒരു ആക്ഷൻ ഉണ്ട്, നമുക്ക് നന്നായിട്ട് 10M ഒരു ആക്ഷൻ ഉണ്ട്, ഡെഫിനറ്റ് ആയിട്ട് അറിയാം. 1M 10M ഇതൊക്കെ നമുക്കറിയാം. പ്ലാന്റ്സിൽ വളരെ എഫക്റ്റീവ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മരുന്ന് പൾസാറ്റിലെയാണ് ഞാൻ കണ്ടത്. അതിന്റെ 30 പൊട്ടൻസി മുതൽ ഹയർ പൊട്ടൻസി വരെയും നല്ല ആക്ഷൻ ഉണ്ട്. പ്ലാന്റ്സിൽ പൊട്ടൻസി തിരിച്ചറിയാൻ അല്പ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഞാൻ സത്യമായിട്ട് പറയാം. മനുഷ്യനിൽ നമുക്ക് ഒരു 10M കൊടുത്താൽ നമുക്ക് തിരിച്ചറിയാം. പക്ഷേ എന്നാൽ സൈലീഷ്യ പോലുള്ള മരുന്നുകൾ ഞാൻ കണ്ടു. ഇനി ജനറലായിട്ട് ഇപ്പോൾ പറയുന്ന അതിൽ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം. ഞാൻ കണ്ടതിൽ 10M പൊട്ടൻസി അധികം കാണാൻ പറ്റാത്തതാണ്.
അതായത് നമ്മളൊരു എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ നമുക്ക് കാണണമെങ്കിൽ ഒരു എലിമെന്റില് ഒരു അനിമലില് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ മനുഷ്യനില് നമുക്കിപ്പോൾ തന്നെ പൊട്ടൻസി കൊടുത്തിട്ട് ഇയാൾക്ക് ക്യൂർ ഉണ്ടോ, ക്യൂർ ഉണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഞാൻ പൈസ തിരിച്ചു തരാം എന്ന് പറയാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അപ്പൊ നമുക്ക് ഈ പ്രാക്ടിക്കലായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രാക്ടീഷണേഴ്സിലുണ്ട്. അതുപോലെ അല്ല, പ്ലാന്റ്സ് വളരെ ഈസി ആയിട്ട് സ്റ്റഡി ചെയ്യാവുന്നതാണ്. ഈ ഡ്രഗ് ഇന്ററാക്ഷൻസ് വളരെ പ്രധാനമാണ്. ആസിഡ് ഫോസ് നമ്മളിപ്പം പ്ലാന്റ്സിന് കൂടുതലായിട്ടും മണ്ണിൽ വരികയാണെങ്കിൽ സിങ്കിന്റെ ട്രാൻസ്ലൊക്കേഷൻ, സിങ്ക് മറ്റു ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിച്ചെടുക്കുക മാത്രമല്ല അത് യൂട്ടിലിറ്റി സിമുലേറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ ആ എഫക്റ്റ് അല്ലെങ്കിൽ റൂട്ട്സിന് മുതൽ ലീഫ് വരെയുള്ള അതിന്റെ ആ മൂവ്മെന്റ്സിനെ തടയുന്നതാണ് ഫോസ്ഫോറിക് ആസിഡ്, സിങ്കിന്റെ. അതുപോലെ ഒരു ഇന്ററാക്ഷൻ ആണ് ഇപ്പോൾ പൊട്ടാഷ്യം ക്ലോറൈഡ്, നമ്മുടെ കാലിയമോർ, മേജർ എലിമെന്റ്സ് ആയിട്ടുള്ള മഗ്നീഷ്യം, സോഡിയം, കാൽഷ്യം ഇവയുടെ പ്രസൻസിനെ ഇല്ലാതാക്കി കളയും. അപ്പൊ മാസ്ക് ചെയ്തു പോകും. നമ്മൾ ഇത് അധികമായിട്ട് കൊടുക്കുകയാണെങ്കിൽ മഗ്നീഷ്യം അബ്സോർബ് ചെയ്യുന്നില്ല, സോഡിയം അബ്സോർബ് ചെയ്യുന്നില്ല, കാൽഷ്യം അബ്സോർബ് ചെയ്യുന്നില്ല, മണ്ണിലൊന്നുള്ളത് പോലും അറിയുന്നില്ല. എന്നാൽ ഈ പൊട്ടാസ്യം ക്ലോറൈഡ് ഒന്ന് വിഡ്രോ ചെയ്ത് നോക്കും, ഇവയെല്ലാം വീണ്ടും ഇവയുടെ സിംറ്റംസ് വരുന്നതായിട്ട് കാണാം. ഇത് ഞാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഞാൻ മറ്റ് വളരെയേറെ ഡീപ്പായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പറയുന്ന കൊട്ടേഷൻസ് ആണിത്. ഈ പൊട്ടാഷ്യം ക്ലോറൈഡ് അവർ ആ ലെവലിൽ സ്റ്റഡി ചെയ്തിട്ടുള്ളതാണ്. ഈ ഇന്ററാക്ഷൻസ് മുഴുവൻ അങ്ങനെയുള്ളതാണ്. ആ ഇന്ററാക്ഷൻസ് ആണ് എന്നെ ഈ സ്റ്റഡിക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, കൺട്രോൾ അതിനു വേണ്ടി. ഇനി പൊട്ടാഷ്യം ഫെർട്ടിലൈസർ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, പൊട്ടാഷ്യം ഫെർട്ടിലൈസർ നമ്മൾ നിന്ന് വാങ്ങിക്കാറുണ്ട് കടയിൽ നിന്നൊക്കെ. പൊട്ടാഷ്യം അത് ഡിസപ്പിയർ ചെയ്യും, ബോറോണിനെ ഡിസപ്പിയർ ആക്കി കളയും കൂടുതൽ പൊട്ടാഷ്യം ഇട്ടാൽ. ബോറോണിനെ ഡിസപ്പിയർ ആക്കിയാൽ പ്രശ്നം എന്താ വരുന്നത്? ചെടികൾക്ക് നല്ല ഹെൽത്ത് ഒക്കെ വന്നു തുടങ്ങി, അതോടൊപ്പം അവിടെ അഗ്രങ്ങളിൽ ഇത് ഗ്രോത്ത് ഇല്ല, മുരടിച്ചു പോയി. അപ്പൊ പെട്ടെന്ന് ഒരു ഗ്രോപ്പ് നന്നായിരിക്കും, ഒരു പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ രണ്ടാമത് ഗ്രോപ്പ് ഇല്ലാതെ. ഇത് ഞാൻ ഇന്നത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇപ്പോഴും പറഞ്ഞില്ല. അതിലൊന്ന് ഇതാണ്, ഈ അഗ്രോ അല്ലെങ്കിൽ കൃഷിക്കാരെന്ന് പറഞ്ഞിട്ട് കാർഷികമായിട്ട് ധാരാളം വിത്തുകളും മറ്റും നടക്കുന്നുണ്ട്. അവരടുത്തവണ സപ്ലൈ ചെയ്തില്ലെങ്കിൽ വിത്തില്ല. അപ്പൊ നമുക്ക് വിത്തൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിന് ഹെൽത്തി ആയിട്ടുള്ള വിത്ത് ആര് സൂക്ഷിക്കുന്നു? അതിനുള്ള സാധ്യത തന്നെ കുറവാണ്. ബ്രോയിലർ ചിക്കൻ ഉപയോഗിക്കുന്നത് പോലെ ആ നല്ല വെണ്ടയ്ക്കയും പച്ചക്കറിയൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെ? കാർഷിക സർവകലാശാല ഇറക്കി വിടുന്ന ധാരാളമായിട്ടുള്ള വിത്തുകൾ പരീക്ഷണോന്മുഖമായിട്ട് അവർ തയ്യാറാക്കിയിട്ട് നമുക്ക് തരുന്നത്, നമ്മളത് കൊണ്ടുവന്ന് കൃഷി ചെയ്യുമ്പോൾ ഒരു ക്രോപ്പ് നല്ല ഹെൽത്തി ആയിട്ട് വളരും. അങ്ങോട്ട് എന്തിട്ടാലും ഇട്ടില്ലെങ്കിലും അതിന് കൂടെ കെമിക്കൽ ഫെർട്ടിലൈസറും കൂടി ഇടുമ്പോൾ നന്നായിട്ട് വളർന്നു, ധാരാളമായിട്ട് കായ്ച്ചു. അവരുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് അത്രയും തീർന്നു. അത് അടുത്ത് നിൽക്കുന്നില്ല. അതിന് വെട്ടിക്കളഞ്ഞിട്ട് അടുത്ത് വേറെ കൃഷി ചെയ്യുകയോ വേറൊരു ഭാഗത്ത് പുതിയ വിത്തിടുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ കാലത്ത് നമ്മുടെ രാജ്യത്ത് കാർഷിക രാജ്യമായി നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിലും ഇതൊന്നും വളരെ കൂടുതലായിട്ട് അടുത്ത കാലത്ത് ഉണ്ടായി വരുന്നതാണല്ലോ. അപ്പൊ ആ ചെടികളിൽ അങ്ങനെയുള്ളൊരു പരീക്ഷണം ഞാൻ ചെയ്തിരുന്നു. ഞാൻ 2018 നിങ്ങളടുത്ത് പറഞ്ഞു ആയുഷ് കോൺക്ലേവ് കനാകുന്ന് കൊട്ടാരത്തിൽ വെച്ച് നടത്തിയതിന് അത് എൻ്റെ ഒരു പോയിന്റ് ഇതായിരുന്നു, പൊട്ടാഷ്യം ഫെർട്ടിലൈസറും ഫോസ്ഫേറ്റ് ഫെർട്ടിലൈസറും കമ്പയർ ചെയ്തിട്ട് സൈലീഷ്യ ഞാൻ സ്റ്റഡി ചെയ്തിരുന്നു. അപ്പൊ ഈ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്ന ചെടികൾക്ക് സൈലീഷ്യ കൂടി കൊടുക്കുകയാണെങ്കിൽ ലൈഫ് സ്പാൻ കൂടുകയും കൂടുതൽ ഹെൽത്തി ആയിരിക്കുകയും ചെയ്യും. ഒരു പ്ലാന്റിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത് കൂടുതൽ കായ്ക്കുകയല്ല, കൂടുതൽ പൂക്കുകയല്ല, കൂടുതൽ ഇലകളെല്ലാം ഇങ്ങനെ തളർത്ത് നിൽക്കുന്നതല്ല, സൗന്ദര്യം ഉണ്ടായിരിക്കും. പക്ഷെ സൗന്ദര്യം ആരോഗ്യത്തിന്റെ ലക്ഷണം അല്ലല്ലോ. അപ്പൊ നിങ്ങൾ മനസ്സിലായിരുന്നു, ട്യൂബർകുലോസിസ് വന്ന സമയത്ത് വരുന്ന ലോകത്ത് ട്യൂബർകുലോസിസ് കൂടുതലായിട്ട് വന്ന ആ ഏറയില് എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളുമായി മാറി. ത്വക്കിന് നല്ല മിനുസം വന്നു, മുഖത്തിന് നല്ല വടിവ് വന്നു, ധാരാളം കഫം ശരീരത്തിൽ നിന്ന് പോയി, ശരീരം സുന്ദരന്മാരായി. അപ്പൊ അങ്ങനെ ഒരു കാലമുണ്ട്, ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഓൾഡ് ബുക്കിൽ വായിച്ചാൽ മനസ്സിലാവും. ബ്യൂട്ടീഷ്യന്മാരുടെയും ബ്യൂട്ടിയുടെയും ഒരു രോഗമാണ് ട്യൂബർകുലോസിസ്. പക്ഷെ ആളിങ്ങനെ ഇരിക്കുന്ന സൗന്ദര്യം കാണാൻ കൊള്ളാം, പക്ഷെ അവർക്ക് കൂടുതലായിട്ടും മറ്റ് ആക്ടിവിറ്റീസും ഒക്കെ ചിലതെല്ലാം കൂടുതലായിരിക്കും, വേണ്ടാത്ത ആക്ടിവിറ്റീസ്. പക്ഷെ ട്യൂബർകുലോസിസ് ഗ്രാജുവലി അവരുടെ ഡിസീസ് തീർത്തുകൊണ്ട് അവരെ സ്ലിമ്മാക്കിയും സൗന്ദര്യത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടെത്തി ജീവനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ്. എല്ലാവർക്കും അറിയാം, ട്യൂബർകുലോസിന്റെയും ലെപ്രസിയുടെയും വ്യാസന്റെ നൂറ്റാണ്ടുകൾക്ക് ശേഷവും മമ്മികളിലും ചില അടക്കിയ ശരീരങ്ങളിൽ നിന്ന് ഇപ്പോഴും കണ്ടെടുക്കുന്നുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത് ആ വ്യാസന്റെ, ട്യൂബർകുലോസിന്റെയും ലെപ്രസിയുടെയും. അങ്ങനെ കണ്ടു. ഇപ്പൊ മൈക്രോസ്കോപ്പ് കണ്ടുപിടിക്കുന്നതും ഈ വ്യാസന്റെ കണ്ടുപിടിക്കുന്നതും വരെ ഇതൊന്നും അറിഞ്ഞില്ല. അതൊക്കെ 17 നൂറ്റാണ്ടിലെ അതിന്റെ ലാസ്റ്റിലൊക്കെ ഇത് കണ്ടതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള സ്റ്റഡീസ് എല്ലാം നടക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുമായിട്ട് ചേർത്ത് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഡ്രഗ് ഇന്ററാക്ഷനിൽ അടുത്ത് എനിക്ക് പറയാനുള്ളത്, യൂസേജ് ഓഫ് ചോക്ക് എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് റെഡ്യൂസസ് മാംഗനീസ്, ഇൻക്രീസ്ഡ് pH, ലോവറിംഗ് ദ pH, അത് pH ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. pH ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷന്റെ അളവ് കൂടുമ്പോഴാണ് pH കൂടുന്നത്. അപ്പം
pH കൂടുന്ന ഈ അളവിൽ കാൽസ്യം കാർബണേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ pH വളരെ കൂടുകയാണ് ചെയ്യുന്നത്. ഈ pH-നെ പിന്നീട് തിരിച്ച് നമ്മൾ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ pH തിരികെ കൊണ്ടുവരികയാണെങ്കിൽ അവിടെ മാംഗനീസ് അവൈലബിൾ ആയിട്ട് കാണുകയും ചെയ്യും. മണ്ണിൽ നിന്ന് പോകുന്നില്ല, പക്ഷെ വലിച്ചെടുക്കാനുള്ള കഴിവ് pH ഇല്ലാത്തത് കൊണ്ട് കാൽഷ്യം കാർബണേറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മാംഗനീസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ഡ്രഗ് ഇന്ററാക്ഷനാണ്. ഇനി സൾഫേറ്റ് ഓഫ് അലൂമിന, സൾഫേറ്റ് ഓഫ് അമോണിയ റെഡ്യൂസസ് pH കുറയ്ക്കാൻ വേണ്ടി സാധാരണ ചെയ്യുന്നുണ്ട്. എ ലാർജ് ടോട്ടൽ എമൗണ്ട് ഓഫ് ട്രേസ് എലിമെന്റ്സ് ഈസ് നോ ഗിവൺ ഗ്യാരണ്ടി അഗൻസ്റ്റ് ഡെഫിഷ്യൻസീസ്. എ ലാർജ്, അതായത് നമുക്കിപ്പോൾ ഒരു ധാരാളമായിട്ട് മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ലൈഫിലുള്ള ട്രേസ് എലിമെന്റ്സ് എന്ന് രണ്ട് പേര് പറയുന്നുണ്ട്. പിന്നെ മൈക്രോ ന്യൂട്രിയൻസിനെ ട്രേസ് എലിമെന്റ്സ് എന്നും പറയാറുണ്ട്. ധാരാളമായിട്ട് കൊടുത്തത് കൊണ്ട് മാത്രം ഒരു ഗ്യാരണ്ടി അല്ല, എന്തിന് ഡെഫിഷ്യൻസിക്ക് ഒരു ഗ്യാരണ്ടി അല്ല. അതുകൊണ്ട് അവർ ഡെഫിഷ്യൻസി ആയിട്ടുള്ള പദാർത്ഥം എടുക്കുന്നില്ല. അത് നമുക്ക് പഠിക്കേണ്ടതാണ്. അതായത് ഇപ്പൊ ധാരാളമായിട്ട് മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം കൊടുത്തു, അതുകൊണ്ട് എല്ലാത്തിനും ഡെഫിഷ്യൻ സഫീഷ്യൻ്റ് ആണ്, ആൾ നല്ല പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തിയായിരിക്കും, അല്ലെങ്കിൽ മനുഷ്യന്റെ കാര്യത്തിലായിരുന്നാലും അത് വരുന്നില്ല. അതിന്റെ ഒരു അടിസ്ഥാനമാണ് ഈ ബയോ ഫ്യൂഷണറുടെ കാലത്ത് ഈ 17-ാം നൂറ്റാണ്ടില് ഈ പുസ്തകങ്ങളെല്ലാം ഇവരിങ്ങനെ കോമ്പിനേഷൻസ് ആയിട്ട് കൃഷിക്കും മറ്റും ഉപയോഗിച്ചിരുന്ന ഒരു കണ്ടെത്തൽ കാണുന്നുണ്ട്. അതൊക്കെ പിന്നീടൊക്കെ എങ്ങോട്ട് പോയെന്നറിയില്ല. ഇപ്പോഴൊക്കെ ഒന്നും അങ്ങനെ ഉള്ള, ഇപ്പോഴും ചെറിയ ചെറിയ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട് നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സ്റ്റഡി ലെവലിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഷൂസ്ലർ ഈ മൈക്രോ ന്യൂട്രിയൻസ് മനുഷ്യനിൽ കൊണ്ടുവന്നത്. എന്നാൽ ഒരു ഇതുപോലൊരു പ്രോഡക്റ്റ് ഒക്കെ സാധാരണ മനുഷ്യനിൽ പരീക്ഷിക്കാനൊന്നും കഴിയാത്ത സമയത്ത് ഉപയോഗിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ്. അപ്പം മൈക്രോ ന്യൂട്രിയൻസ് എന്നുള്ള ലെവലിൽ ഇത് വന്നു. എന്താണ് കാര്യം? ഇതാണ്, ഈ ഇല്ലാത്ത ഗ്രീവൻസിനെ ഒരു ഗ്യാരണ്ടി അല്ല ഇതിന്റെ എക്സസ് ആയിട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അബ്സോർപ്ഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഇനി ഇന്റൻഷൻ ഓഫ് അഗ്രോഹോമിയോ, ഈ അഗ്രോഹോമിയോയുടെ ഇന്റൻഷൻ എപ്പോഴും ഹോമിയോപ്പതിക്കലായിട്ട് നമുക്ക് പ്ലാന്റ്സിൽ എന്തെങ്കിലും ഉണ്ടോ, അത് സ്റ്റഡി പർപ്പസിനും അക്കാഡമിക് ലെവലിലും അതിനെ ആ നിലയിൽ കൊണ്ടുപോകാൻ എന്നതാണ് ഏറ്റവും നല്ലത്. ഉപയോഗിക്കുന്നവർക്ക് വേറെ പ്രയോജനങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ വരുന്ന വഴിയാണ് പറയാം. അപ്പൊ ഈ ഇത്രയും റൗസ്നെസ് ആയിട്ട് വരുന്ന ഒരു കൃഷിയുടെ ഒരു എടുത്ത് വെച്ചെന്ന് വിചാരിക്കുക. പൊട്ടാഷ്യം ഫോസ്ഫറസും ന്യൂട്രിയൻസ് എല്ലാം കൊടുത്ത് അങ്ങനെ തഴച്ച് നിൽക്കുന്ന ഒരു ചെടിയിൽ ഒരു ഹോമിയോ അപ്ലൈ ചെയ്ത് നോക്കും, അതിന് യാതൊരു കേടും വരില്ല. പക്ഷെ ഈ ഹോമിയോ അപ്ലൈ ചെയ്ത പ്ലാന്റും അപ്ലൈ ചെയ്യാത്ത മറ്റൊരു പ്ലാന്റും കൺട്രോൾ വെച്ച് സ്റ്റഡി ചെയ്ത് നോക്കൂ. 6 മാസത്തിനകത്ത് ആദ്യത്തത് പുഷ്പിച്ച് കായ്ച്ച് എല്ലാം ഡെഡായി അതിന്റെ ലൈഫ് സ്പാൻ തീർന്നു പോയി, കുറച്ച് ഷോർട്ട് ലൈഫ്. അതേസമയം ഹോമിയോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ കൃത്യമായിട്ട് ഹോമിയോ അപ്ലൈ ചെയ്യണമെങ്കിൽ ആ മരുന്ന്, ഹോമിയോ എന്ന് പറഞ്ഞാൽ അത് നോക്കി അപ്ലൈ ചെയ്യണം. ഇപ്പൊ ഏതാണ് എന്നുള്ളതല്ല. ഞാനിപ്പോ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു വ്യൂവിലാണ് ഈ മെഡിസിൻസ് സെലക്ട് ചെയ്ത് സ്റ്റഡി ചെയ്യാൻ തുടങ്ങിയ കാലത്ത് സൈലീഷ്യ, പിന്നീട് ഫോസ്ഫറസിലേക്ക് വന്നു, കോംപ്ലിമെന്ററി ആണെന്ന് അറിഞ്ഞു. പിന്നെ കോംപ്ലിമെന്ററി അല്ലെങ്കിൽ പോലും ഫോസ്ഫറസ് ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് അറിഞ്ഞു. കാൽഷ്യം ഗ്രോത്തിന് പ്രധാനപ്പെട്ടതുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്തു. ഒടുവിൽ ഇപ്പോഴൊന്നും ഞാൻ ഈ കാൽസ്യം സൈലീഷ്യ ഒന്നും ഞാൻ എൻ്റെ മെഡിസിൻ ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അതൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള പലർക്കും മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. സ്റ്റഡി ലെവലിൽ നല്ലതാണ്, മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. അതിന് ഈ ഇന്ററാക്ഷൻസ് തന്നെ ധാരാളമാണല്ലോ. ഇന്ററാക്ഷൻസ് ഓഫ് എലിമെന്റ്സ് വെച്ചിട്ട് വേണം സ്റ്റഡി ചെയ്യാൻ. അതല്ലാതെ അതിന്റെ സാധാരണ രീതിയിലുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ സാധാരണയാണ് ഒരു ന്യൂട്രിയന്റ് ആണെന്ന് പറഞ്ഞ് സ്റ്റഡി ചെയ്താൽ അത് ഹോമിയോപ്പതിക്കലാകാൻ സാധ്യത കുറവാണ്. ഹോമിയോപ്പതിയുടെ ഡൈനാമിസം എന്താണ്? ഹോമിയോപ്പതിയുടെ ഇത് ആന്റഗോണിസ്റ്റിക് അല്ല, ആന്റി ആയിട്ടുള്ള പ്രവർത്തനമല്ല, മറിച്ച് ഹോമിയോ എന്ന് പറയുന്ന സമാനത എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരർത്ഥം ഇല്ല അതിന്. ഞാൻ കഴിഞ്ഞ വർഷം ഏതൊരു ക്ലാസ്സിൽ കഴിഞ്ഞ പ്രാവശ്യവും ആ ജോസഫ് സാറൊക്കെ ഏതാ പറഞ്ഞു, സമാനത, സിമിലർ, സെയിം അല്ല എന്ന് പറഞ്ഞു. ഞാൻ ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ഹോമിയോ കോളേജിൽ ചെന്നിട്ട് ഒരു 6-7-8 വർഷത്തോളം ഈ അടുത്ത കാലം വരെയും ഈ വാക്കിനെ എനിക്ക് തലയിൽ ശരിക്ക് വന്നതേയില്ല. സിമിലിബസ് ക്യുറൻറ്റൂർ നാം പഠിച്ചു. അതിനുശേഷം എപ്പോഴും ടെസ്റ്റിനും പരീക്ഷയ്ക്ക് പഠിക്കാൻ കുറാൻറ്റൂർ എന്ന് പറഞ്ഞാൽ ലെറ്റ് ബി ലൈക്ക് ബി ക്യൂർഡ് ബൈ ലൈക്സ്, കുറൻറ്റർ ലൈക്സ് ആർ ക്യൂർഡ് ബൈ ലൈക്സ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞ് പിന്നീട് അനിമാന്റെ ലോക്കത്തിൽ നിന്ന് കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട്. കുറാൻറ്റൂർ ആൻഡ് കുറൻറ്റർ ഇത് രണ്ടും ഒന്ന് തന്നെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഹയർ ആൻഡ് ഓൺലി മിഷൻ ഈസ് ടു ക്യൂർ ദ സിക്ക് എന്നുള്ളത് മാത്രമാണ് നാം കാണുന്നത്. അപ്പൊ ഈ ലെറ്റ്സ് ലൈക്ക് ബി ക്യൂർഡ് ബൈ ലൈക്സ് അത് നമ്മുടെ ഒരു ഓർഡറാണ്, നമ്മുടെ ഒരു ആജ്ഞയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹമാണ്, നമ്മുടെ ഒരു ഇഷ്യൂ ആണ്.
ലെറ്റ് ലൈക്സ് ബി ക്യൂർഡ് ബൈ ലൈക്സ്. ക്യൂവേഴ്സ് ആയിക്കോട്ടെ, ആകട്ടെ എന്നാണ്. തേനാക മണ്ണിടം എന്ന് പറഞ്ഞ് അല്ലെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ന് ഏത് തേനാണ് ഇന്ന് മണ്ണിടത്തിലുള്ളത്? തേയിലയാണ്. ലോകം മൊത്തമുള്ള തേയിലയായി മാറിയിരിക്കുകയാണ്. തേനാക മണ്ണിടം, തേനാകട്ടെ, മണ്ണിടം മുഴുവൻ തേനാകട്ടെ എന്ന് പറഞ്ഞു ഋഷി വര്യന്മാർ. പക്ഷെ അത് തേനായി തീർന്നു. തേനാണ്, പക്ഷെ തേയിലയാണ്, തേയിലയിലുള്ള തേനാണെന്ന് ലോകം മൊത്തമായിട്ട് കീഴടക്കിയിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇതുപോലുള്ള മാറ്റങ്ങൾ വരട്ടെ എന്ന് നല്ലതാണ്. അപ്പൊ സമാനത എന്നുള്ളത് ഞാൻ അടുത്ത കാലത്ത് വരെ സെയിം എന്നുള്ള അതായത് അത് തന്നെ വേണം എന്നെന്തോ ഒന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷെ അതിൻ്റെ ആവശ്യമില്ലെന്ന് വളരെ അടുത്ത കാലത്ത് ലഘുവായി മനസ്സിലാക്കുന്നത് സമാനമായിട്ടുള്ള മരുന്നുകൾ മതി എന്നാണ്. പക്ഷെ സമാനമായിട്ടുള്ള മരുന്നുകൾ കണ്ടുപിടിക്കുന്നതിനുള്ള പാടാണ് ഈ ബാക്കിയുള്ള കാര്യങ്ങൾ അത്രയും ഓർഗനുകളിൽ വിശദീകരിക്കുന്നത്. അത് അദ്ദേഹം പറയുന്നത് തന്നെ നമ്മുടെ പ്രൂവിങ്സ്, നമ്മുടെ മെഡിസിൻസിന്റെ സെലക്ഷൻസ്, നമ്മുടെ റെക്കോർഡിങ്സ്, നമ്മുടെ റിപ്പറ്റീഷൻസ് എല്ലാം പിന്നീട് അതിനുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. ഇന്റൻഷൻ ഓഫ് അഗ്രോ ഹോമിയോപ്പതി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹോമിയോപ്പതിക്കലായിട്ടുള്ള അപ്രോച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഹോമിയോപ്പതി സയൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതും ആകാതെ അല്ലാതെ ഇതിനെ കൊണ്ടുപോകാൻ നമുക്ക് ഇവിടെ വരാതിരിക്കട്ടെ. അതാണ് നാം ചിന്തിക്കുന്നത്. വളരെ കൂടുതൽ സാധ്യതയുള്ള ഒന്നാണ് ഇപ്പോൾ ഹോമിയോ. അതിലും ഇപ്പോൾ ഈ കയറി വരുന്ന ഈ സ്റ്റഡി ഒരുപാട് സാധ്യതയും ഉള്ളതാണ്. ഇനി ഞാൻ എൻ്റെ ഈ ലാൻസിന്റെ എക്സ്പീരിയൻസ് മാത്രം കുറേ ചിത്രങ്ങൾ മാത്രം കാണിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ ഉപയോഗിച്ച മരുന്നുകൾ എങ്ങനെ ഉപയോഗിച്ചു, ഏതൊക്കെ മരുന്നിന്റെ ലിസ്റ്റായിട്ട് ഞാൻ കുറേ പറയാം. ഇത് ബോറോൺ എന്ന് പറയുന്ന ഒരു പദാർത്ഥം, അതുപോലെ സൈലീഷ്യ എന്ന് പറയുന്ന മെഡിസിൻ, ഇതെല്ലാം ഞാൻ സാധാരണ പരീക്ഷിച്ചപ്പോൾ ആദ്യം പരിശോധിക്കാനായിട്ട് എളുപ്പമാണ്. ഇത് വളരെ ഈസിയാണ്. ഈ വലിയ ബോട്ടിലിൽ മാത്രം ഈ മണി പ്ലാന്റ് വെക്കുക. ഈ ചെറിയ ബോട്ടിലിൽ ഇരിക്കുന്ന 2 പ്ലാന്റാണ്. ഇത് ഒരു ചെറിയ കുപ്പി ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊരു വേര് ഇങ്ങനെ താഴ്ന്നു വരും. അത് എളുപ്പമുണ്ട് ഈ ചെടിക്ക്. ആ വേരിങ്ങനെ താഴ്ത്തി വയ്ക്കുക. അവിടെ ഇതിന്റെ അഗ്രവും മറ്റു ലീഫും കാണുക. റിസൾട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഈസിയാണ് സ്റ്റഡി. ഇങ്ങനെയുള്ള ഒരു സ്റ്റഡി ചെയ്തതാണ്. ഒരുപാട് നാൾ തുടർന്ന് ചെയ്തത് കേട്ടോ. ഈ ചെറിയ കരിഞ്ഞതാണിത്, ഡെഡ് ഏരിയ ആണ്. ഇവിടെ എല്ലാം കാണാം, ചില ലീഫിലെല്ലാം. അതൊക്കെ നമുക്ക് നോട്ടീസ് ചെയ്യാൻ എളുപ്പമായിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഇത്. പല ഭാഗങ്ങളുണ്ട്. എൻ്റെ വീട്ടിലും അതുപോലെ ക്ലിനിക്കിലും ഒക്കെ ആ കാലത്ത് ഒരുപാട് ചെയ്തിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് വളരെ ഇൻട്രസ്റ്റ് ആണ് എനിക്ക്. 5 റൂട്ട് പെട്ടെന്ന് വളർന്നു വരും. ഈ സൈലീഷ്യ അപ്ലൈ ചെയ്തിട്ട് നമുക്കിങ്ങനെ കുപ്പിയിൽ വരുന്ന വെച്ചാൽ അതിൻ്റെ വേരിനോട് ചേർന്നിരിക്കുന്ന ആ ഒരു ചെറിയ ലാമിനെ ഉണ്ടല്ലോ, ചെറിയ റൂട്ട്ലെറ്റ്സ് വളരെ പെട്ടെന്ന് വരുന്നത് കാണാം. ചിലതിൽ പെട്ടെന്ന് അഴുകി പോകുന്നതും കാണാം. അപ്പൊ അതൊക്കെ നമുക്ക് വളരെ ഈസിയാണ്. ഇതിപ്പം പൊട്ടൻസി 200 ആണ് 30 ആണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നോക്കണം. എന്നിട്ട് ഫാർമസിക്കാരോട് നമ്മളുള്ള ബാധ്യത നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഇത് കുറേ ബ്രാൻഡ്സ് അവിടുന്ന് നീലമുളകിന്റെ ഒക്കെ ആദ്യകാലങ്ങളിൽ ഞാൻ പ്രാഹർത്തവ പറഞ്ഞിരുന്നു. ഇവിടെ ഈ അടുത്ത് തന്നെ ചെറിയൊരു പ്ലാന്റ് നിൽപ്പുണ്ട്. ഇവയെല്ലാം വളർന്നു, ധാരാളമായിട്ട് പുഷ്പിച്ചു, കാച്ചിട്ട് ഒരു മഞ്ഞ മുളകായിട്ട് മാറി. നീലമുളകായിരുന്നു, ഒരെണ്ണം കാച്ചി നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരെണ്ണം യെല്ലോ കളറുണ്ട്. ഇത്രയും ചേഞ്ച് വന്നിട്ട് പോലും ഇവിടെ ഒരു പ്ലാന്റ് ഇങ്ങനെ നിൽക്കുകയാണ്. കാലിമൂർ എന്ന് പറഞ്ഞത് പകുതി ഭാഗം ചുവന്നും പകുതി ഭാഗം ചുവന്ന് റെഡ് ബ്രിക്ക് കളർ ഓഫ് ദ പൊട്ടാഷ്യം അതുപോലെ ആയിപ്പോയി. എന്നിട്ട് ബാക്കി ഭാഗം ഇല്ലാതെയും വന്നു. സിംറ്റംസ് നമുക്ക് ശ്രദ്ധിച്ച് വായിച്ചാൽ ചില എലിമെന്റ്സിന്റെ സിംറ്റംസ്, സൈൻസ് നമുക്ക് നന്നായിട്ട് കാണാം. ഒരു ആന്തൂറിയം ഇതിന്റെ കൂടുതൽ കണ്ടതാണ്. ഒരു ആന്തൂറിയത്തിൻ്റെയാണ് ഇത്. ആന്തൂറിയത്തിൽ ഈ സ്റ്റാൾക്കിൽ ഞാൻ ഇഞ്ചക്ട് ചെയ്തിരുന്നു. ഒരിക്കൽ മരുന്ന് ഇഞ്ചക്ട് ചെയ്യാൻ ശരിക്കും ഡ്രോപ്സ് ഒക്കെ കുറച്ച് മതി. വളരെ വലുതായിട്ട് വളരുകയും ഈ പൂവിന്റെ സൈഡിലെല്ലാം അതിന്റെ റിസൾട്ട് കാണുകയും ചെയ്തു. ഇന്നിപ്പോൾ ഈ ബോറിക് ആസിഡ് പഠിച്ചപ്പോഴും കൽക്കറിയ കാർബൺ, കാൽഷ്യം, ചുണ്ണാമ്പ് വെള്ളം ലൈലോട്ടായിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴും ഓരോ മരുന്ന് പഠിച്ചു കഴിയുമ്പോഴേ അതറിയാം. ഇത് വായിച്ച് വരുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വരും. അന്നേരം ഇത് ആരോടും പറയുന്നതിനല്ല, മറിച്ച് പറയുന്നതിനോ മറിച്ച് അത് എഴുതി വെക്കാൻ കുറച്ച് കഴിഞ്ഞതുകൊണ്ട് കുറേ എഴുതി വെച്ചു. പക്ഷെ ഒന്ന് അടുത്തതിലേക്ക് പോകുന്നു. അത് നമ്മുടെ മനസ്സിന്റെ മാത്രം. ആരാണ് ഇതിന് അത്രയും ബാധ്യത? നാം മാത്രം. കാരണം അത് എൻ്റെ അറിവിന്റെ പരിധിയിൽ നിന്ന് മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ. ഇതൊരു പൊതു നിയമമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പറഞ്ഞ കാര്യം. അത് എനിക്ക് അനുഭവത്തിലും എൻ്റെ സംവേദനത്തിലും ഇല്ലാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെ അറിയും? ഏത് മനുഷ്യനെ അറിയും? അപ്പൊ ഞാൻ അറിയുന്നത് എൻ്റെ അറിവ് വെച്ച് വീണ്ടും ഞാൻ അറിവിനെ ജ്ഞാനത്താൽ തപ്പി എന്ന് നമ്മുടെ വരാമണിയമ്മയുടെ ഒരു കവിത യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് ഓർക്കുന്നുണ്ട്. നാക്കിലെ ഇട്ട എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ ഈ അജ്ഞാനത്തെ നമ്മൾ ജ്ഞാനത്താൽ തപ്പുന്നു എന്നുള്ള അല്ലാതെ
ഈ ജ്ഞാനമില്ലാത്ത അജ്ഞാനം കൊണ്ട് തപ്പാൻ പറ്റുമോ? ഒരിക്കലും അങ്ങനെ സാധിക്കുന്ന ജ്ഞാനം കൊണ്ട് മാത്രമേ ജ്ഞാനത്തിനെ അറിയാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ സയൻസ് എന്ന് പറഞ്ഞ സിസ്റ്റമാറ്റിക് നോളജ് ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഉള്ള സയൻസിന്റെ നോളജുകളെല്ലാം കൂടെ പറക്കി അവിടെ നിന്ന് ഇവിടുന്ന് സിസ്റ്റമാറ്റിക് അറ്റാക്ക് വെച്ചിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് മതി, സ്റ്റാറ്റിസ്റ്റിക്കലാണെന്നൊക്കെ പറഞ്ഞു വെച്ചിരുന്ന സയൻസ് ആകും. സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സിനെയാണ് ഇന്ന് അവലംബിക്കുന്നത് എല്ലാ കാര്യത്തിലും. കണ്ടമാനം ആയിപ്പോയി. കാരണം അളവിന്റെ അളവ് കൂടുതലായിപ്പോയി. നമ്മുടെ ജ്ഞാനത്തിന്റെ പരിധി എന്ന് പറയുന്നത് അങ്ങനെയാണ്. എന്നാലും സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ, സയന്റിസ്റ്റ് എന്ന് പറയുന്നത് അടിസ്ഥാനം നമ്മൾ അടിസ്ഥാനങ്ങൾ കൂടുതൽ മേക്കപ്പ് ചെയ്ത് അറിഞ്ഞ് തന്നെ കൺവേ ചെയ്തെങ്കിൽ മാത്രമേ അത് നിലനിന്ന് വരുള്ളൂ. എങ്കിൽ മാത്രമേ സയൻസിന് അടിസ്ഥാനമുള്ളൂ. അല്ലാതെ കൊണ്ടുപോകാനും പറ്റില്ല. എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള കീഴ്വഴക്കങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് പറയുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ തടയരുത്. ധാരാളമായിട്ടുള്ള എവിഡൻസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞതാണ്. ഹോമിയോപ്പതി മെഡിസിൻസിന്റെ ആക്ഷൻ ഉണ്ടോ എന്ന് മാത്രം തുടങ്ങിയ എൻ്റെ സ്റ്റഡി ഇന്ന് ഒരുപാട് ഹോമിയോപ്പതിയെ കുറിച്ച് തന്നെ ആക്ഷനിലും ഒരുപാട് എലിമെന്റ്സിനും ഇന്ററാക്ഷൻസും ധാരാളമായിട്ട് ഞാൻ മനസ്സിലാക്കി. അത് ഓരോരുത്തർക്കും അത് പറഞ്ഞു തരുന്നതിന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ഉണ്ട്. എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നിങ്ങളൊന്ന് തുടർന്ന് പഠിക്കണമെന്നുണ്ട്. ഇത് ആ കാലത്തുണ്ട്. ലത്തീഫ് സാർ ഇതേപോലെ ഒരു പാത്രത്തിൽ കുറേ വേരെടുത്ത് വെച്ചിരുന്നു. അതേ കാലയളവിലാണ് ഈ വേര് എനിക്കും കിട്ടിയത്. സൈലീഷ്യ അപ്ലൈ ചെയ്ത് മഴയത്ത് ഒരു ചെടിയുടെ താഴെ ഇരുന്ന ഭാഗത്തിനടിയിൽ കണ്ടമാന റൂട്ടിൽസ് ഇങ്ങനെ വന്നു. അതുപോലെ ഞാൻ പിരിഞ്ഞു നോക്കിയപ്പം മൊത്തം ഇതുപോലെ റൂട്ട് കംപ്ലീറ്റ് ആയിട്ട് പടർന്നു വന്നിരുന്നു. എന്തിനും കൊള്ളാം. ഇപ്പോൾ നമ്മുടെ ഇത് തൈലം മാറ്റുന്ന പുൽത്തൈലം മാറ്റുന്ന ചെടിയുടെ കേൾക്കൊക്കെ ഇത് അപ്ലൈ ചെയ്താൽ അതൊക്കെ ഒരുപാട് സാധ്യതയുള്ളതാണ്. നന്നായിട്ട് വേര് വരുന്ന ഒന്നാണ് സൈലീഷ്യ. പാത്രത്തിലുടനെ അത് കളക്ട് ചെയ്തത്. ഇതൊക്കെ 2-3 വർഷത്തിന് ശേഷം കിട്ടിയ റിസൾട്ടുകളാണ്. ഇത് എൻ്റെ തന്നെ നമ്മുടെ ഒരു ചെറിയ മുറ്റത്തിൻ്റെ അടുത്തോട് ചേർന്ന ഭാഗത്തുണ്ടായിരുന്നതാണ്. ഈ സാധാരണ കാൽക്കേറിയം കാൽഷ്യം ഒക്കെ അപ്ലൈ ചെയ്തതിന് കിട്ടിയ റിസൾട്ടാണ് ഇതിൽ കാണുന്നത്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് ഈ പൂ കാണാൻ വേണ്ടിയാണ്. ഈ പൂ കാണാമല്ലോ, ഇതുണ്ട്, കണ്ടില്ലേ? കാണാമല്ലോ ഈ പൂവല്ലേ? ഈ മൊട്ട് കാണാമല്ലോ അല്ലേ? ഇത് എന്നറിയോ? ഇത് ഞാൻ വിരിയാതെ തന്നെ കായ് വന്നു. കാര്യം അതൊരു പ്ലാന്റ്സ് വേണ്ട, ആണും പെണ്ണും ലയോഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് അതിനകത്ത് ഈ ആണിന്റെയും പെണ്ണിന്റെയും ഉള്ളതുകൊണ്ട് ബീജവും തമ്മിൽ ചേർന്ന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് പൂവിനകത്തിരുന്ന് തന്നെ സംയോജനം നടന്ന് അത് പയറായി. ഇതൊരു പയറാണ്, വലിയ പയറാണ് ഇത്. പക്ഷെ ഈ പൂ അതുപോലെ അവസാനം വരെ ഇവിടെ പയറിന്റെ അറ്റം തുടങ്ങിയിരിക്കുന്നേ ഉള്ളൂ. നന്നായിട്ട് വന്ന് വലിയ പയറായത്. അപ്പോഴും ഇതിങ്ങനെ പൂ വിരിയാതെ തന്നെ അറ്റം വരെ പോയി. ആ പൂ വിരിഞ്ഞില്ല. ഒന്നല്ല, ഈ പയർ ചെടിയിലുള്ള ഒരു പൂവും വിരിഞ്ഞില്ല. ഇതിനകത്ത് രണ്ട് പാർട്ട് ഡീഫാൾട്ട്സ് ആദ്യം കണ്ടു. ഞാൻ ആദ്യം കാൽക്കേറിയ കാർബറ്റ് കൊണ്ടിട്ട് ഒരു 8-10 പെല്ലറ്റ്സ്, നമ്പർ 10 പെല്ലറ്റ്സ് സക്കസ് ചെയ്തിട്ട് അതിൽ പയറിട്ട് കുതിർത്തിട്ട് ആ പയറിനെ നടുന്നു. അപ്പൊ കുതിർത്ത പയർ നടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ, നമ്മൾ മണ്ണിൽ നട്ടുമ്പോൾ മണ്ണിൽ ഇരുന്ന് കുതിർന്ന് വരുന്നത് പോലെ ഹെൽത്തി ആയിരിക്കില്ല. കാര്യം അതിന് കുറച്ച് ഇടമുണ്ടല്ലോ. ആ ഇടം മണ്ണിനെ നീക്കാനുള്ള ആ സ്ട്രെസ്, എഫർട്ട് നഷ്ടപ്പെടുകയാണ് നമ്മൾ ചെയ്യുന്നത് കുതിർക്കുമ്പോൾ. അതിനുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള പ്രദേശം സ്ഥലത്ത് വേണം. അവിടെ കല്ലും ചല്ലും കിടക്കുന്നിടത്തൊന്നും വളരില്ല. ആ വിത്ത് വിളക്കണമെന്നുണ്ടെങ്കിൽ ആ വിത്തിന് പാകമായ രീതിയിൽ ഒരു അല്പം എന്താ പറയുന്നത്, അതിന് വൈബ്രസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ ആളുകളെ പറ്റിക്കുന്നുണ്ട്. വൈബ്രസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ മണ്ണ് കുറച്ച് ഞെരുക്കം കുറഞ്ഞ, എന്നാൽ ഭൂമിയോ അതുപോലെ എന്തെങ്കിലും ഉള്ള ഒരു പോർഷനിലായിരിക്കണം. എന്നാലേ തള്ളി വരുള്ളൂ. എന്നാലും നമുക്ക് റിസൾട്ട് അറിയാൻ കഴിയും, നന്നായിട്ട് റിസൾട്ട് അറിയാം. അങ്ങനെ നട്ടതാണ് കൽക്കേറിയ ഒരു കുഴിയിൽ സൈലീഷ്യ അടുത്തത്. ഇങ്ങനെ ഞാൻ കുറച്ച് ചെയ്തിരുന്നത്. അതിൽ നിന്ന് കിട്ടിയ ഒരു പയറാണ്. അപ്പം അതുകൊണ്ട് എനിക്കിത് കൽക്കേറിയയുടെ എഫക്റ്റും വന്നിട്ടുണ്ടാവും. പിന്നീടാണ് മനസ്സിലാകുന്നത് മണ്ണിന് നന്നായിട്ട് ആക്ഷൻ ഉണ്ട്. പിന്നെ സൈലീഷ്യയുടെയും വന്നിട്ടുണ്ടാവും. പക്ഷേ സൈലീഷ്യയുടെ ആണെന്ന് ഞാൻ പിന്നീട് റിസൾട്ട് അറിഞ്ഞു. കാരണം 2 വർഷങ്ങൾക്ക് ശേഷവും പിന്നീട് ഒരിക്കൽ ഞാൻ പിന്നെ ആ പ്രദേശത്ത് നിന്ന് പോയി വേറൊരു താമസിച്ചിരുന്നു. 2 വർഷം കഴിഞ്ഞാൽ വീട് കാണാൻ വേണ്ടി വീട് വരേണ്ടി വന്നു. വേറെ ഇടത്ത് പോകേണ്ടി വന്നു ഞാൻ. അതെല്ലാം കഴിഞ്ഞ് വീട് വന്നപ്പോൾ കാണാം ഇവിടെ ഈ നട്ടെടുത്ത് പഴയ പയറിൽപ്പെട്ട ഒരു പയർ വളർന്നു നിൽക്കുകയും ആ പയറിൽ ഒരു പൂ ഉണ്ടായിരിക്കുകയും ആ പൂ ഇതേപോലെ പൂക്കാതെ ഒരു കായായിരിക്കുകയും ചെയ്തിരിക്കും. എങ്ങനെയുണ്ട്? ഞാൻ തിരിച്ചു വരുന്നതാണ് വർഷങ്ങൾക്ക് ശേഷം. 2 വർഷത്തിന് ശേഷം, 1.5 വർഷത്തിന് ശേഷം മഴ കഴിഞ്ഞ് വന്നപ്പോൾ ആ മഴയത്ത്, അടുത്ത മഴയത്ത്, ഒരു മഴക്കാലം കഴിഞ്ഞിട്ട് അടുത്ത മഴക്കാലം ആവുന്നത് വരെ ഇത് വരാതിരുന്നിട്ട് വന്ന് നോക്കിയപ്പോൾ ഇതേ നട്ട സ്ഥലത്ത് ആ പയറിൽ ഇങ്ങനെ ഒരു പൂ കാണാനുണ്ടായി. അന്ന് ഞാൻ തഴഞ്ഞു പോയി എന്നുള്ളത് എന്തോ എനിക്കറിയില്ല. എന്തായാലും അതൊരു വല്ലാത്ത തിരിച്ച് വരവായിരുന്നു ആ പയർ എന്നോട്.
ഇത് പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയും, സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ വണ്ണം സൈലീഷ്യ നന്നായിട്ട് സക്കസ് ചെയ്ത് 200 ആക്ഷൻ കിട്ടും. എന്നിട്ട് പയറിനെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും. ഈ പൂ വിരിയാനുള്ള ശക്തി ഇല്ലാതെ പോകുന്നു, അവിടെ കട്ടി കൂടി പോവുകയാണ് ചെയ്യുന്നത് ഈ രീതിയിൽ. ഇപ്പോൾ ഇങ്ങനെ വിടർന്നു വരുന്ന പിലോണേഷ്യസ് ആയിട്ടുള്ള ഫ്ലവേഴ്സിന്റെ അരി കണ്ടൽ ഇത്ര കട്ടിയുള്ളതാണ്, അവിടെ എക്സ്ട്രാ കട്ടിയായി മാറുന്നു. അതുകൊണ്ടാണ് ഈ അല്പം കട്ടി അവിടെ ഉള്ളതാണ് ഞാൻ ഈ ക്ലാസിന്റെ ആദ്യം പറഞ്ഞത്. അവിടെ എന്തെങ്കിലും നേരത്തെ ഉണ്ട് കുറച്ച്, അങ്ങനെയുള്ള ഒരു പോർഷനിലാണ് ഡിസീസിന്റെ വരുന്നത്, അല്ലാതെ ഡിസീസ് വരില്ല. അതാണ് മയാസം. അപ്പൊ മയാസം എന്ന് പറയുന്നത് ആർത്രൈറ്റിസിന്റെ മയാസം എന്താണ്, അല്ലെങ്കിൽ ഓട്ടോഇമ്യൂൺ ഡിസീസ്, ക്രോണിക് സെല്ലുലൈറ്റിസ്, അത് ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് പോലെയാണ്. അപ്പൊ നമുക്ക് മയാസം എന്ന് പറയുന്നതും അവിടെയുള്ള ആ ഒരു എന്തോ സംതിങ്, അത് വാട്ട് ഈസ് ടു ബി ക്യൂർഡ് ആൻഡ് വാട്ട് ഈസ് ക്യൂറേറ്റീവ് ഇൻ മെഡിസിൻ എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഇത് നമ്മുടെ സാധാരണ ഇതാണ്, ഒരു മുളകാണ്, മുളക് ഭൂമി കൊടുത്തതാണ്. ഇത് ഞാൻ കാണിച്ചിട്ടുള്ളതാണോ, ഈ പയറിന്റെ തിക്നെസ് വളരെ വലിയ പയറായി. ആ പരീക്ഷണത്തിൽ കണ്ടിരിക്കുന്ന ഓരോ ഇങ്ങനെ താഴെ ഇങ്ങനെ ഒരു തെങ്ങിന്റെ മുട്ടിൽ ഇങ്ങനെ കുറച്ച് ദൂരത്തിൽ മണ്ണെടുത്തിട്ട് ഓരോ പയർ ഇട്ടോ, അത് സൈനിഷയുടെ പ്രത്യേകമായിട്ട് കണ്ടതാണിത്. ഇത് ഞാൻ അന്ന് പറഞ്ഞു. പിന്നെ ഒരിക്കലും ചുവന്ന മുളക് കാച്ചിട്ടേ ഇല്ല. ഇതേപോലെ യെല്ലോ മാത്രമേ അതിൽ വരുള്ളൂ. പച്ച വരും, നീലമുളകായിരുന്നു, അത് പച്ചമുളകായി മാറി. മുളക് കായ്ക്കുമ്പോൾ തന്നെ ഈ ചെടിയിൽ രണ്ടാമത്തെ ജനറേഷനിൽ പച്ചമുളകായിട്ട് മാത്രമേ കായ്ച്ചുള്ളൂ. പക്ഷെ താഴോട്ട് തന്നെ ആയിരുന്നു എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്തു. ആപ്പിൾ പോലെ നിൽക്കുന്നുണ്ടോ കൂടെ, ഇങ്ങനെ ആപ്പിൾ പോലത്തെ മുളകായിരുന്നു. അത് ഷേപ്പ് അതുപോലെ തന്നെ, തന്നെങ്കിലും മുളക് മുഴുവനും പഴുക്കുമ്പോൾ ഇങ്ങനെ മാത്രം വരും. ഇനി ഈ മുളകിന്റെ ഒരു അറ്റം ചീഞ്ഞു പോകുന്നതല്ലാതെ ഈ മുളക് ഒരിക്കലും താഴെ വീണില്ല. ഇത് ഞാൻ കണ്ടതാണ്. കാലിമൂറാണ് ഈ മുളകിനെ എനിക്ക് കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റും. ഞാൻ സൈലീഷ്യ, സൾഫർ, കൽക്കറി കാർബ് ഇങ്ങനെ പലതും ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം കുറേ ഒരു മരുന്ന് മാത്രം കൊടുക്കും. ഇങ്ങനെയുള്ള എന്തെങ്കിലും പേര് കാണുമ്പോൾ എനിക്കൊരു സംശയം, എന്താ ഇതൊന്ന് കൊടുത്ത് നോക്കിയാൽ എന്താ, അനുഭവത്തിൽ നിന്നാണ് കൊടുക്കുന്നത്. സൾഫർ കൊടുത്തപ്പോൾ ഒരു മരുന്ന് കുറച്ച് ക്യൂറായി കണ്ടു, കൽക്കറി കൊടുത്തപ്പോൾ കുറച്ചുകൂടെ ഉഷാറായിട്ട് നല്ല നീണ്ടു കണ്ടു. ഇതൊക്കെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കും. അങ്ങനെ ഇതൊന്നും അത്ര പ്യൂരിറ്റി ഇല്ല. പിന്നീട് ഞാൻ ചെയ്ത എക്സ്പെരിമെന്റ്സിൽ പ്യൂരിറ്റി ഉണ്ട്. അങ്ങനെയാണ് ഇത് പറയാൻ കാരണം. ഇത് ഈ യെല്ലോ കളർ കാലിമൂറിന്റെ തന്നെയാണ്. ഇത് ഒരിക്കലും പഴുത്ത് താഴെ വീണില്ല. ഈ മുളകിന്റെ ഒരു സൈഡിൽ അല്പം ഒരു ചീവ് പോലെ വന്നിട്ട് അത് അങ്ങനെ നിന്നിട്ട് ചീഞ്ഞു പോകും. വിത്ത് നല്ല കറക്റ്റ് വിത്താണ്. ആ ചീഞ്ഞ മുളകിന്റെ വിത്ത് എടുത്ത് മുളപ്പിച്ചാൽ പോലും മുളയ്ക്കും. നല്ല എരിവാണ്, നന്നായിട്ടുണ്ട്. മുന്നേ ഇതൊക്കെ കണ്ടെന്ന് പറഞ്ഞാൽ ഈ മുളകിന് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആയിരുന്നു. അകത്ത് നല്ല കട്ടി സ്പോഞ്ച് പോലെയായിരുന്നു മുളക്. മുളക് അങ്ങനെയല്ല, നമ്മൾ മുറിക്കുമ്പോൾ അകത്തൊരു ഇടമുണ്ടല്ലോ. ഇത് വിത്ത് ഞെരുങ്ങിയിരിക്കുന്നതോടൊപ്പം തന്നെ ആ തൊണ്ടിന് നല്ല ചതുപതായിരിക്കുമായിരുന്നു. നമ്മൾ ഉണക്കി കിടക്കാൻ ഇത്തിരി പാടാണ്. പക്ഷെ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും, നന്നായിട്ട് എരിയും ഉണ്ടായിരുന്നു. ഇത് അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിലെ മറ്റേ മറിയാമ്മ ഡോക്ടർ ചോദിച്ചു, സൾഫറാണ് കൊടുത്തതെന്ന് പറഞ്ഞില്ലേ, ഒരു മുളകിന് ഗ്ലാസി ആയിപ്പോയി കണ്ടോ. ഇതുപോലെ ഇരിക്കുന്ന ഈ ഗ്ലാസ്, ഇതിപ്പോൾ പിഞ്ച് മുളകാണ്, പക്ഷെ ഇത് കാഴ്ച പഴുത്ത് വരുമ്പോൾ നല്ല ഈ യെല്ലോ കളർ മാത്രമായിട്ട് റിട്ടേൺ ചെയ്തു. എന്നാൽ എടുത്ത് നോക്കുമ്പോൾ ഇത് ചീഞ്ഞൊന്നും തോന്നുന്നില്ല. പക്ഷെ ഇതിന്റെ ചീവ് അകത്തായിരുന്നു. അകത്ത് ഗ്ലാസ് പോലെ അതിന്റെ തോട് മാത്രമായിരുന്നു. ഗ്ലാസ് പോലെ കാണാമായിരുന്നു. മുളകിങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് സാധാരണ മുളക് പോലെ അല്ല, ഒരു ഗ്ലാസ് നല്ല വൈറ്റായിട്ട് ക്ലാസി ആയിട്ടിരിക്കും, ട്രാൻസ്പാരൻറ്റ്. പിന്നെ ഇത് മുളകിന്റെ ചെറിയ മുളകുകളുടെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇത് അതുപോലെ തന്നെ യെല്ലോയുടെ വേറൊരു പതിപ്പാണ്. ഇതും യെല്ലോ കണ്ട മറ്റൊരു ഇതാണ്, സൾഫറും കൊടുത്തിരുന്നു. ഇനി ഇത് അതേപോലെ വീണ്ടും മറ്റേ മുളകിന്റെ തന്നെ അതിൽ സെയിം പിക്ചറാണ്. ഇത് നേരത്തെ കാണിച്ച മുളക് തന്നെ. ഇത് തന്നെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, 2007 ഇത് കാണിച്ചത്. 2007 ഈ 2007 ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് 2007 പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മുളകിന്റെ ആയുസ് 4 കൊല്ലമാണ്. ഈ മുളക് 4-5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞ ഒരു റിസൾട്ട് കണ്ട കാലിമൂറിന്റെ ഒരു ചെറിയ അവിടെ മങ്ങി നിന്നെന്ന് പറഞ്ഞില്ലേ, അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു പ്ലാന്റ് ആണ്. അതിന്റെ അവസാനത്തെ സ്റ്റേജാണിത്. അവസാനം 2007 ആയപ്പോൾ കണ്ടതാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 16-ലോ മറ്റോ തുടങ്ങിയ എക്സ്പെരിമെന്റ് ആണ്. 2006 തുടങ്ങിയ എക്സ്പെരിമെന്റ് ആണ്, 2007 വരെ. ഇത് 2007. അപ്പോൾ ഒരു മുളകിന് 4 കൊല്ലത്തെ ആയുസ് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള ഒരു ആയുസാണ്. പക്ഷേ ഇത് വളരെ കൂടുതൽ നിൽക്കുന്നത് മാത്രമല്ല നല്ല തണ്ട് ഇതൊക്കെ ഇതിന്റെ ഫ്രണ്ട് മുകളിൽ കാണാം. ഇതിന്റെ ഈ എല്ലാം ഇപ്പോഴും ചില മുളകുകളുണ്ട് ഇതിലേക്ക്. 1-2 മുളകെല്ലാം ഇപ്പോഴും കായ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ മരച്ചീനിയുടെ ഒരു വലിയ മരച്ചീനി, തെങ്ങിന്റെ ഏതാണ്ട് 1/4
അരഭാഗം വരെ ഉയർന്ന കൽക്കറിയ കാർബാണ്. അതിന്റെ തണ്ട്, അതിന്റെ ആ തണ്ട് താഴ്വശം ഉണ്ടോ, തടിച്ച ഈ പാർട്ടാണ്. ഇതിനാണ് ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തത്, ഈ തടിച്ചിരിക്കുന്നത്. ഈ ചെടിയെ ഞാൻ മുമ്പ് നിങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നു. ഒരുപാട് വർഷം കൊണ്ട് നിന്നിട്ട് ഞാൻ ഇത് കരിഞ്ഞു തുടങ്ങിയപ്പോൾ ഇലകളെല്ലാം മുറിച്ചു കളഞ്ഞു. തണ്ടിൽ ഒരു ഇല പോലും ഇല്ലാതെ ബാക്കി നിർത്തി. അത് പിന്നീട് അത് കായ്ക്കാൻ തുടങ്ങി. ഇത് നേരത്തെ പറഞ്ഞ മരച്ചീനിയുടെ ഹൈറ്റ് കാണിക്കാൻ വേണ്ടിയാണ്. ഞാൻ തന്നെ എൻ്റെ വീടിനടുത്ത് നട്ടതാണ്. ആ തണ്ടെല്ലാം മുറിച്ചു കളഞ്ഞ് ആ മുളക് വീണ്ടും ഇങ്ങനെയായി, കണ്ടോ, ഇത് ഇങ്ങനെയായി. ഇനി അതിനെ ഞാൻ ഒരു ചട്ടിയിലെടുത്ത് വേറൊരു കവറിലാക്കിയിട്ട് അതിന് പിന്നീട് ആ കവറിൽ നിന്നുകൊണ്ട് ഇങ്ങനെയായി ശരിക്ക് കായ്ച്ചു. എന്നിട്ട് ധാരാളം കായ്ച്ചു. അതിന് മുമ്പുള്ള ഒരു സ്റ്റേജാണിത്. ഇത് അതുപോലെ എക്സ്പെരിമെന്റിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇതും എക്സ്പെരിമെന്റൽ ചെയ്താണ്. ഇതിനകത്ത് കിടക്കുന്ന മുഴുവൻ കക്കയാണ്. കക്ക നമ്മുടെ അക്വേറിയം മീൻ വളർത്തുന്ന ചട്ടിക്കകത്ത് ഗ്ലാസ് ഇതിനകത്ത് അക്വേറിയം വെച്ചിട്ട് അതിനകത്ത് ഞാൻ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിരുന്നു. അതൊന്നും അത്ര റിസൾട്ട് തന്നെ പറയാൻ പറ്റില്ല. എന്നാലും ഒരു എക്സ്പെരിമെന്റ് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ധാരാളം മതി. അതിന്റെ ഈ കക്ക വളർന്നു വരുമ്പോൾ ആ അടച്ചു മൂടുന്നതിന് അതിൻ്റെതായിട്ടൊരു ഭാഗം ഉണ്ടല്ലോ, ഒരു കാൽഷ്യതായിട്ടുള്ള ഒരു ഷെയ്ഡ് കണ്ടിട്ടുണ്ടാവുമല്ലോ കക്ക ഭാഗത്തിന്. ആ ഭാഗത്തിന് ഇങ്ങനെ റിങ്സ് ഉണ്ട് ഓരോന്നിനും. അപ്പൊ കുഞ്ഞ് ആയിട്ടിത് പ്രധാന അരികിൽ മുട്ടയിട്ടിട്ട് അത് വിരിഞ്ഞ് അനേകം കുഞ്ഞുങ്ങൾ ഇറങ്ങും. ആ കുഞ്ഞുങ്ങൾ ഇറങ്ങിനെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്ത് വെക്കുക. അതില് എന്തിനാണ് ഞാൻ കൽക്കറി കാർബ് അപ്ലൈ ചെയ്തതെന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഊഹിക്കാം. കൽക്കറി കാർബ് 200 അപ്ലൈ ചെയ്ത വെള്ളത്തിന്. എന്നിട്ട് അവയുടെ വളർച്ച നിരീക്ഷിച്ചു. പിന്നീട് സെപ്പറേറ്റ് ചെയ്തിട്ട് പിന്നെയും ഞാൻ കൽക്കറി കാർബ് കൊടുത്തു നോക്കി. ഈ കൽക്കറി കാർബ് കൊടുത്തതിന് അതിന്റെ ആ സ്ലിറ്റിൽ വരുന്ന ഡിഫറൻസ്, ലൈൻസിൽ വരുന്ന അകലം സ്റ്റഡി ചെയ്തു. കുറനാൾ അതിന്റെ ചിപ്പി ഇതൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഇവിടെ കിടപ്പുണ്ട്. അതിന്റെ അടയ്ക്കുന്ന ആ ഭാഗം. അങ്ങനെ കക്ക വളരുന്നതോടൊപ്പം അതും വളർന്നു വരും. എന്നിട്ട് അതിൽ വരുന്ന ആ ഗ്രോത്തിന്റെ ആ റിങ് ഞാൻ സ്റ്റഡി ചെയ്തതാണ്. ഇത് അതുപോലെ ഇത് നമ്മുടെ ഒരു എക്സ്പെരിമെന്റലായിട്ടുള്ള ഹെൽപ്പിന് സഹായിക്കുന്ന ഒന്നാണ്. പക്ഷേ അവസാനമായപ്പോൾ സോപ്പ് വാട്ടർ ആയിപ്പോയി, എടുത്ത് കളഞ്ഞ. ഇത് എക്സ്പെരിമെന്റെല്ലാം കഴിഞ്ഞിട്ട് കുറേ നാള് വാഷിംഗ് കല്ലിന്റെ മുകളിൽ വെച്ചിരുന്നു. അപ്പോൾ ഈ കല്ലിങ്ങനെ ഇതിങ്ങനെ സോപ്പിന്റെ അംശം ഒരു മിസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. മഞ്ഞ അഴുകിപ്പോയില്ല, കുറച്ച് യെല്ലോ കളറിലായി. ഇത് ഞാൻ ബോറാക്സിന്റെ സ്റ്റഡിക്ക് കഴിഞ്ഞ ഒരിക്കൽ കാണിച്ചിരുന്ന 2 പിക്ചറുകളാണ്. ഈ ചെറിയ ലീഷൻ കാണാൻ വേണ്ടിയാണ്. ഇതും അതുപോലെ തന്നെ ഈ ലീഷൻ ചെറിയൊരു ഡെഡ് ഏരിയ ആണ്. ഇത് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് 1-2 പേരെ കാണിച്ചതാണ്. നമ്മുടെ നേരത്തെ കാണിച്ച മുളക് നിൽക്കുന്നുണ്ടോ, അത് ഒരുമാതിരി അവസാന സ്റ്റേജ് ആയി നിൽക്കുന്ന ഈ മുളക്. അതിനടുത്ത് ഈ കെട്ടി വെച്ചിരിക്കുന്ന കാണാമല്ലോ നിങ്ങൾക്ക്, ഈ ഒരു ചെറിയ പോർഷൻ കണ്ടോ. ഇത് ഞാൻ ഒടിഞ്ഞതിന്റെ ഭാഗത്ത് സൈലീഷ്യ അപ്ലൈ ചെയ്ത് ചെറിയൊരു ചീള് ഉപയോഗിച്ച് കെട്ടിവെച്ചു. അത് പെട്ടെന്ന് പിടിച്ചു. ഇതിന് എക്സ്പെരിമെന്റ് ആണ്. ഞാൻ തണ്ട് മരച്ചനയിൽ മറ്റേ നെയിൽ മാർക്ക് ചെയ്തിട്ട് അതിന്റെ ഗ്രോത്തിനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സൈലീഷ്യ. അത് എനിക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടി. ഇത് സൈലീഷ്യയാണ്, രണ്ടും സൈലീഷ്യയാണ്. പക്ഷെ ഇതൊന്ന് തിക്കായിട്ട് ഗ്രോത്തും ഇത് ഒരുപാട് വർഷം സ്റ്റാൻഡേർഡ് ആയിപ്പോയി. ഈ കാരണത്താൽ ഞാനിപ്പോൾ സൈലീഷ്യ എൻ്റെ സൊല്യൂഷൻസിലൊന്നും പ്ലാന്റ്സിലൊന്നും ഞാൻ ഇപ്പോൾ കൊടുക്കാറില്ല. ഈ സൈലീഷ്യ നല്ലത് തന്നെ, സ്റ്റഡി ചെയ്യാനൊക്കെ കൊള്ളാം. പക്ഷെ അതിനെ ഒരു ഗുണകരമായ ഇത് പെട്ടെന്ന് കാണിക്കുമെങ്കിലും പിന്നീട് ഇതാണ് ഫലം. ഇതുകൊണ്ട് എന്താ ക്രോപ്പിന് പ്രയോജനം ഇല്ല. പക്ഷെ ബോൺസായി പോലെ ഇങ്ങനെ കുറേ നാള് ഹെൽത്ത് ആയിരിക്കും, ആയുസ് കൂടും, ഹെൽത്ത് കൂടും, നല്ല കാമ്പിയം തടി അതിന് കൊള്ളാം. അപ്പൊ തൂജയോടൊപ്പം ചേർത്ത് മറ്റേ തേക്ക് മരത്തിന് കൊടുത്താലുള്ളത്. നമ്മളെ സമയം ഏകദേശം കഴിയാറായി കേട്ടോ സാറേ. ഇങ്ങനെയുള്ള ചില ഉപയോഗങ്ങളാണ്. ആ കക്കയാണ് നമ്മുടെ ചിപ്പി കക്ക. ഇത് വാട്ടർ പ്ലാന്റ് ആണ്. വാട്ടർ പ്ലാന്റിൽ കിടക്കുന്ന കക്ക. നിങ്ങളാരെങ്കിലും വാട്ടർ പ്ലാന്റ് കിടക്കണം, വെള്ളത്തിൽ ഇങ്ങനെ കിടന്നാൽ ഈ ഓക്സിജൻ ഇങ്ങനെ ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ചിപ്പി അതിനകത്ത് കിടക്കും, ഈ ഓക്സിജനോട് ചേർന്ന് ലിസായിട്ട് വളരും. ഇത് അതുപോലെ തന്നെ ഈ മുളക് ഒരു റെഡായിട്ട് വന്നതാണ്. ഇനിയിപ്പോ തീർന്നു, 2 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇത് 2 പോയിന്റ്സ് ഇവിടെ ഉള്ളൂ. ഇതെല്ലാം ഓൾഡിന്റെ വേറെ വെർഷനാണ്, വേറെ ചെടിയാണ്. ഇത് മുകളിലേക്ക് നിൽക്കുന്നുണ്ടോ, സെയിം യെല്ലോ. ഇത് റെഡാണ്, പക്ഷെ ഇത് കണ്ടോ ഈ മുളക് യെല്ലോ ആയിപ്പോയി. ഇത് മുകളിലേക്ക് നിൽക്കുകയാണ് ഷേപ്പ്. ഇത് സാധാരണ താഴേക്കുള്ളത് ചരിഞ്ഞും പോയി. ഇതേതാണെന്നറിയോ, ആപ്പിൾ, നേരത്തെ കാണിച്ച ആപ്പിൾ മുളക് ചില്ലി എന്നാണ് ഞാൻ പേരിട്ടത്. അങ്ങനെ ഇതളായിട്ടിരിക്കുന്ന പോലത്തെ ആ വിളക്ക് പോലെ ഉള്ള ആ ഒരു മുളക് പിന്നീട് അതിന്റെ അടുത്ത ജനറേഷനിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്.
ഇത് മൂന്നാമത്തെ കുഞ്ഞ് ജനറേഷനാണ്. ഇത് ഞാൻ ഷേപ്പ് മുകളിലോട്ടായി, യെല്ലോയുമുണ്ട്. യെല്ലോ ഇത് അതേപോലെ ഒരിക്കൽ ഞാൻ ഇത് ഇന്നതാകുമോ എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്. ഇതാണ്ട് ഈ ഗ്രീൻ കളർ, ഗ്രീൻ ആയിട്ട് പിന്നെ വന്നു. ഇനി ഇത് ഞാൻ കഴിഞ്ഞ കുറെ ക്ലാസ്സിന് മുമ്പ് കാണിച്ചാണ്, പറയാൻ വിട്ടുപോയതാണ്. അല്പം കൂടെ ഉള്ളൂ, ഇത് ഇവിടെ പറയാം. ഇത് സൈലിഷ് ഷേപ്പിൽ ചെയ്ത് മരച്ചീനിയാണ്. കുറേ മൂട് വരച്ചിട്ട് 64 മൂട് വരച്ചിന് ഞാൻ തന്നെ വെട്ടി വെച്ചിട്ട് അതിനകത്ത് കാൽക്കാരെ കാർബ് സൈലീഷ ഇത്തരത്തിലുള്ള എലിമെന്റ്സ് എല്ലാം കുറെ അപ്ലൈ ചെയ്തു, ഫോസ്ഫറസ് ഒക്കെ അപ്ലൈ ചെയ്തു. എലി വരും എന്നൊക്കെ പറഞ്ഞു നോക്കി. എനിക്ക് സത്യം പറഞ്ഞാല് എനിക്ക് പക്ഷേ എലി വന്നില്ല എന്നുള്ളതാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് പിന്നെ ഞാൻ ലത്തീഫ് സാറിനോട് അധികം സംസാരിക്കാൻ പോയില്ല. അദ്ദേഹത്തിനോട് എനിക്ക് അത് ഉണ്ടായിരുന്നു, ഞാൻ വാശി അങ്ങനെ ഉണ്ടായിരുന്നു. അദ്ദേഹം അത് പറഞ്ഞു എന്നോട്, എലി വരില്ല എന്ന് പറഞ്ഞു ആ സാധനം തന്നിട്ട്. ഞാൻ അദ്ദേഹത്തിനോട് ഉടൻ തന്നെ വീട്ടിൽ ചെന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ ശേഷം ഞാനത്, പക്ഷേ എനിക്ക് ആ വാശിയിൽ ഞാൻ ഇവിടെ സ്വന്തമായിട്ട് കൈകൊണ്ട് എൻ്റെ സ്ഥലത്ത് കുറച്ച് 64 മൂട് കമ്പ് വെച്ച് അതിൽ 10 എണ്ണം 12 എണ്ണം വെച്ചിട്ട് അതിന്റെ പേപ്പർ പ്രത്യേകിച്ചുണ്ട്. ഞാൻ ഒരു ക്ലാസ്സിൽ അത് പറയാമെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടായിരുന്നു. അതിനകത്ത് റേഷ്യോ ഉണ്ട്. ഞാൻ അതിനകത്ത് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 16 ചെടികളിൽ 6 ചെടിയിൽ എനിക്ക് ഇത് കാണാൻ കഴിഞ്ഞു, 6 ചെടിയിൽ അത് കാണാൻ കഴിഞ്ഞു. ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ്. അതായത് ഈ നീളത്തിലുള്ള മരച്ചീനി സാധാരണ രീതിയിലുള്ളതല്ല. ഇത് ഒരു ഐറ്റം സലീഷ്യ എന്ന് പറയുന്ന ഇതാണ്. ഇനി ഇത് നോക്കും, അത്തരത്തിലുള്ളതാണ്. ഈ കിഴങ്ങ് ഇത് കണ്ട ഈ റൗണ്ട്, ഇത് കൽക്കേറിയ കാർബ് ചെയ്ത ഒരു ചെടി ഒരു മരത്തിൽ 2-3 തവണ റിപ്പീറ്റ് ആയിട്ട് കണ്ടതാണ്. ഇത് സൈലീഷ്യയാണ്, പക്ഷെ ഇത് കൽക്കേറിയ കാർബാണ്. ഇത് നിങ്ങളെ വീട്ടിലെല്ലാം മരച്ചിനുണ്ടല്ലോ, നിങ്ങൾ മരച്ചിയുടെ വീട്ടിൽ കുറച്ച് പഞ്ചസാര കലക്കി ഒഴിച്ചു തന്നു, എന്തെങ്കിലും സംഭവിക്കുമോ? പഞ്ചസാര കലക്കി ഒഴിച്ച് ഇത് സംഭവിക്കില്ല. വേറൊരു കാര്യം കാണാൻ കഴിയും. നമ്മൾ ഗ്ലൂക്കോസും ഗ്ലോബ്യൂൾസും മാത്രം ഉപയോഗിക്കണമെങ്കിൽ ഈ മൂട് ഇങ്ങനെ വണ്ണിച്ച് വരും. ചില മരച്ചിനെ അല്ലാതെ തന്നെയും ചിലപ്പോൾ പിഴുത് നോക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, വെറുതെ ഇങ്ങനെ പിഴുതെടുക്കുമ്പോൾ മൂട്ടിൽ ഇങ്ങനെ തടിച്ചിരിക്കും. ഇതേപോലെ എന്തോ ഇൻഫ്ലുവൻസ് വന്നതുകൊണ്ടാണ് വേറെല്ലാം കൂടെ തടിച്ച് അവിടെ അതിന്റെ റൂട്ടിന് 29 സാറേ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ചർച്ചയ്ക്കും സമയമില്ല. ഇത് തന്നെ അത്തരത്തിലുള്ള ചേഞ്ചസ് കണ്ടതാണ്. ഇത് വളരെ ടിപ്പിക്കലായിട്ടൊരു ചേഞ്ച് കണ്ടതാണ്. ഇതാണ് റൗണ്ട് ഷേപ്പ് കൽക്കേറിയ. ഇത് ഞാൻ ഒരു നെയിൽ മാർക്ക് കണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെയാണ്. ഞാൻ അല്പം കൂടെ ഉള്ളൂ, അതായത് തീർന്നു. മരച്ചീനിയുടെ മുട്ടിൽ ഇങ്ങനെ നെയിൽ മാർക്ക് ചെയ്തിട്ട് അതിൽ മെഡിസിൻ കൊടുത്തിട്ട് ഉണ്ട് ചേഞ്ചസ് ആണ്. ഇത്രയേ ഉള്ളൂ, ഇവിടെ തീർന്നു. ഇത് എൻ്റെ ഒരു അനുഭവത്തിൽ വരുന്ന ഒരു ഇതാണ്, എൻ്റെ ഒരു അനുഭവമാണ്. ഇത് ഞാനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അതിനകത്ത് സൂക്ഷിച്ചാൽ ഈ പൂവ് 2 ദിവസം കൂടെ കഴിക്കും, മറ്റേതിങ്ങനെ വാടിപ്പോവും. ഇത് ആ സൊല്യൂഷനുള്ള ഒരു പ്രോഡക്റ്റിന്റെ ഗുണം എടുത്തു കാണിക്കാൻ വേണ്ടി അതിന്റെ സിംഗിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ കിട്ടിയ ഒരു പ്രയോജനമാണ്. ആൻറ്റിങ് ക്രൂഡാണിത്. നല്ല ഗ്രിറ്റാണ്, ഇങ്ങോട്ട് പോകില്ല. മുളക് ചിലപ്പം വരും, ധാരാളമായിട്ട് പോകും. മുട്ടിന് ശരിക്കും എല്ലായിടത്തും പോകും. ഓക്കെ, 10:30 അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഇത് എൻ്റെ ക്രിസ്റ്റൽ സ്റ്റഡിയിലേക്ക് വരുന്നതേ ഉള്ളൂ. ഇത് സാധാരണ ചില പ്ലാന്റ്സിൽ ഇതുപോലെ തന്നെ ക്രിസ്റ്റൽസ് കൊരുത്തിരിക്കും. ഇത് വളരെ ചെറിയ ഒരു പോർഷനാണ് ഒരു ലീഫിന്റെ. ഇത് ആസച്ച് അതിൽ തന്നെ ഇരിക്കുന്ന ക്രിസ്റ്റൽസ് ആണ്. ഇത് മണിത്തക്കാളി എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ കണ്ടതാണ്. നിങ്ങൾക്ക് ഓക്കെ സാറേ, ക്രിസ്റ്റൽ നമുക്ക് ഇനി ഇതിന്റെ ബാലൻസ് ബാക്കി വേറൊരു ദിവസത്തെ ക്ലാസ്സിലാക്കാം. സമയമില്ല. ഒരുപാട് കാര്യങ്ങൾ ബാക്കി കിടക്കുന്നു. ഓക്കെ, അത് നമുക്ക് ഇനി ഒരു ദിവസത്തെ അടുത്തൊരു ദിവസം ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് പിന്നെ ഒരു ദിവസം ആക്കാം. ശരി, ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതെല്ലാം മെഡിസിൻ അപ്ലൈ ചെയ്യുന്നത്. ബാക്കി ഭാഗം എടുക്കാം. ഇതിപ്പോൾ ഈ പ്ലാന്റ് ഇതുണ്ടോ, ഈ പ്ലാന്റിന്റെ മണ്ട കണ്ടോ, ഈ ഗ്രോവിങ് എൻഡ് അത് ചീഞ്ഞു പോയതാണ്. അതിനെ ഈ കണക്കിന് തിരിച്ചെടുത്താണ്. എന്ത് ഭംഗിയായിട്ട് നിൽക്കുന്നു. മെഡിസിൻ അപ്ലൈ ചെയ്തിട്ട് വന്നതാണ്. മെഡിസിൻ കൊണ്ടുണ്ടായതാണ്. മെഡിസിൻ കൊണ്ട് തന്നെ അത് ഇല്ലാതാക്കാൻ കഴിയും. ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിലാകാം. ശരി, താങ്ക് യു. ഇത്ര നേരം കേട്ടിരുന്നതിന് നന്ദി. ഓക്കെ, വളരെ സന്തോഷം. ഇപ്പൊ ഈ സൈലീഷ്യം കാൽക്കേരിയ കാർബും ഫോസ്ഫറസും ഒക്കെ ഉപയോഗിക്കുമ്പോഴുള്ള ചെടികളിലുണ്ടായ മാറ്റങ്ങളാണ് സാറ് നമുക്ക് ഇന്ന് പറഞ്ഞു തന്നത്. എന്തായാലും ഇതൊക്കെ ഒരു വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ഇതെല്ലാം നമുക്ക് വളരെ ചെയ്ത പരീക്ഷണങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തന്ന മഷൂദ് ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കുന്നു. നന്ദി ശൈല ഡോക്ടറെ. അതുപോലെ വളരെ നല്ല രീതിയിൽ ഡോക്ടർ ചെയ്യുന്ന പരീക്ഷണങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു.
ഇന്ന് പ്രത്യേകിച്ച് പറഞ്ഞത് ഹോമിയോപ്പതി മരുന്ന് കൊടുത്താൽ ചെടികളുടെ ആയുസ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ ഒടിഞ്ഞ ഭാഗത്ത് സൈലിഷ്യ വെച്ച് കെട്ടിയിട്ട് വേഗം ആ ഒടിവ് മാറിക്കിട്ടി. അതുപോലെ സൈലിഷ്യ കൊടുത്ത മരച്ചീനി നീളത്തിൽ വളർന്നപ്പോൾ കൽക്കരിക്കാപ്പ് കൊടുത്ത മരച്ചീനി ഉരുണ്ടു വന്നു. ഇങ്ങനെയുള്ള നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങൾ ഡോക്ടർ ഇന്ന് നമുക്ക് പറഞ്ഞു തന്നു. വളരെ നല്ല ക്ലാസ്സാണ് സാർ. ഓരോ പ്രാവശ്യവും നമുക്ക് ചിന്തിക്കത്തക്ക ക്ലാസ്സുകളാണ് ഓരോ പ്രാവശ്യവും നമുക്ക് എടുക്കുന്നത്. ഇത്രയും നല്ല ക്ലാസ് എടുത്ത മഷൂർ ഡോക്ടർക്ക് വളരെയധികം സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് എത്രയും വേഗം വരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ മോഡറേറ്റർ ഷൈല ഡോക്ടർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, അറിയാമ ഡോക്ടർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എന്തായാലും മഷൂർ ഡോക്ടറുടെ കൃഷിയിലുള്ള പരീക്ഷണങ്ങൾ ഇനിയും തുടരട്ടെ. അത് ഹോമിയോപ്പതിക്ക് ഒരുപാട് ഗുണം ചെയ്യട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ മലയാള സെഷനോട് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നാളെ ഇതേ സമയം കാണുമ്പോഴേക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.